ധ്യാനയോഗത്തിൽ മനസ്സ് നേരെയായിട്ടിരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ഈ ഭക്തി യോഗം നേരെയാവണം, എന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെ ഈ ഭക്തി യോഗത്തിന്റെ സമ്പ്രദായത്തെ 4 തരത്തിൽ പറഞ്ഞു കൊടുത്തു. താമസം, രാജസം, സാത്വികം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിർഗുണം എന്നും പറഞ്ഞു. എന്നിട്ട് ഭഗവാനെ ഉപാസിക്കേണ്ടതിന്റെ പ്രത്യേകതയും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാ വേണ്ട വെച്ചാൽ അതാണ് അർച്ചയേത്താവൻ ഈശ്വരം മാം സ്വകർമ്മകൃത് യാവന്ന വേദ സുഹൃതി സർവഭൂതേഷു അവസ്ഥിതം എന്നും പറഞ്ഞു. അതായത് അർച്ചാദവും അർച്ചയേത് താവത്. അർച്ചം എന്ന് പറഞ്ഞ വിഗ്രഹം, വിഗ്രഹാദികളിൽ ഭഗവാനെ ഭജിക്കണം. ഏതുവരെ? താവത്, അതുവരെ വേണ്ടു. ഏതുവരെ വെച്ചാൽ യാവത് എന്ന വേദ, ഏതുവരെയാണോ നമുക്ക് മനസ്സിലാവാത്തത് എന്ത് നോക്കൂ, സുഹൃതി അവനവന്റെ ഹൃദയത്തിലും സർവഭൂതേഷു സകല ചരാചരങ്ങളുടെ അകത്തും പ്രകാശിച്ചിരിക്കുന്നത് ഭഗവാന്റെ ആ ഒരു പ്രഭാവമാണ്. അതായത് അവനവന്റെ ഉള്ളിലും സകലതിൻ്റെ ഉള്ളിലും സകല ജീവജാലങ്ങളുടെ അകത്തും പ്രകാശിക്കുന്നത് ഈശ്വര പ്രഭാവമാണ് എന്ന് എപ്പോഴാണോ അറിഞ്ഞ് മനസ്സിലായി വരുന്നത്, അത് മനസ്സിലാവുന്നത് വരെ എന്തു വേണ്ടു? ഈ വിഗ്രഹാദികളിൽ ഭഗവാനെ ഭജിക്കുന്നത്. കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേണ്ട. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ തോന്നും, സാധാരണക്കാരായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളൂ ഈശ്വരൻ, ഇവിടെ ഉള്ളൂ എന്നൊക്കെ തോന്നും. അങ്ങനെ കുറെ കാലം ഉപാസിച്ചു ഉയരുമ്പോൾ മനസ്സിലാവും ഇവിടെയല്ല, എല്ലാ ദിക്കിലും ഈശ്വരഭാവം ഉണ്ടെന്ന്. അത് ബോധ്യമായ പിന്നെ നമുക്കൊരു പ്രത്യേക ദിക്കിലേക്ക് പോയിട്ട് അവിടെ മാത്രമാണ് എന്ന് കണക്കാക്കി തൊഴാനും നമസ്കരിക്കാനൊന്നും സാധിക്കില്ല. ഇതാ കാരണം. അതെന്താ ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് കിണറ്, കുളം ഇതൊക്കെ ഉണ്ടല്ലോ. കിണറുണ്ട്, കുളമുണ്ട്, പിന്നെ പുഴയുണ്ട്, തോടുണ്ട്, പിന്നെ പല ജാതി വെള്ളങ്ങളുണ്ട്, വെള്ളത്തിന്റെ കുഴിയുണ്ട്, പിന്നെ ഈ മുണ്ട് മുക്കണതും പാത്രം കഴുകുന്നതും വെള്ളം ചെന്ന് ചേരുന്ന കുഴി വേറെയുണ്ട്. അങ്ങനെ എല്ലാത്തിലും വെള്ളമാണ് ഇരിക്കുന്നത്, എല്ലാ കുഴിയിലും വെള്ളമാണ്. പക്ഷെ എല്ലാ കുഴിയിലത്തെയും വെള്ളം എല്ലാറ്റിനും എടുക്കുവോ? ഇപ്പൊ കിണർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഉപയോഗമില്ല കിണറിന്. കിണറിന്റെ ഉപയോഗം എന്താ? കോരി കൊണ്ടുപോയി അടുക്കളയിലേക്ക് വരി വെക്കാനും വറക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. കുടിക്കണ ആവശ്യമായിട്ട് എടുക്കും. കുളത്തിൽ നിന്നാണ് എന്തിനാ കുളം? അരി വെക്കാനോ? അതിൻ്റെ അത്രയ്ക്കായിട്ടില്ല. ആ കുളത്തിൽ നമ്മൾ അരി വെക്കാൻ എടുക്കില്ല. കുളത്തിൽ മുങ്ങി കുളിച്ച് ശുദ്ധം വരുത്തി ഒക്കെ കുളത്തിൽ നിന്നാണ് പതിവ്. പിന്നെ പുഴയിൽ എന്തിനാന്ന് ചോദിച്ചാൽ പുഴയിൽ ഇപ്പം നമ്മൾ പോയിട്ട് ഈ മുഷിഞ്ഞ് നാറിയ മുണ്ടൊക്കെ അതിൽ മുക്കി വെളുപ്പാക്കി നേരെയാക്കും പുഴയിൽ. അപ്പം നമുക്ക് പരിക്കില്ലല്ലോ, പുഴയല്ലേ. അതുകൊണ്ട് കുളാച്ച നമ്മുടെ കുളമായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ മുണ്ട് മുക്കലൊക്കെ ഈ പുഴയിലാണ്. പിന്നെ തോടുണ്ട്, തോട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുപോയിട്ട് പാടത്തേക്കൊക്കെ കൃഷിക്കൊക്കെ സൗകര്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെയും ഈ മുണ്ട് മുക്കണതൊക്കെ ചെന്ന് ചേരുന്ന കുഴി വേറെയുണ്ട്. എല്ലാ കുഴിയിലും വെള്ളമാണെങ്കിലും എല്ലാ കുഴിയത്തെയും വെള്ളം എല്ലാറ്റിനും എടുക്കില്ല. ഓരോ കുഴിയത്തെ വെള്ളം ഓരോന്നിനും എടുക്കുള്ളൂ. ശരി. അങ്ങനെ ഇരിക്കണ കാലത്താണ് മഴ ഇങ്ങോട്ട് പെയ്ത് വെള്ളം ഇങ്ങോട്ട് പൊന്തി, സകലേക്കിലും വെള്ളം പൊന്തി, പുഴ ഇങ്ങോട്ട് കവിഞ്ഞു, പറമ്പിക്ക് ഇങ്ങോട്ട് കയറി, കുളം ഇങ്ങോട്ട് മുങ്ങി, അത് ഇങ്ങോട്ട് കയറി, മുറ്റത്തേക്ക് ഇങ്ങോട്ട് കയറി, ഇപ്പൊ കിണറങ്ങോട്ട് മുങ്ങി, പൂമുഖത്തേക്ക് ഇങ്ങോട്ട് കയറി, എല്ലാ കിളിക്കും കയറി. ഇപ്പൊ അകത്തൊക്കെ ആരാണ്? വെള്ളം നിറയെ വെള്ളം ഇങ്ങോട്ട് കവിഞ്ഞു നിറഞ്ഞു വന്നു, എല്ലാം നിറഞ്ഞിരിക്കണു എല്ലാ ദിക്കിലും. അപ്പൊ ഈ എല്ലാ ദിക്കിലും വെള്ളം നിറഞ്ഞ് കുറച്ച് ദിവസമായി വെള്ളപ്പൊക്കം 2018 അല്ല, അത് കുറെ മുമ്പത്തെയാ. വെള്ളം അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് സകല ദിക്കിലും വെള്ളം. എന്താ ഇപ്പൊ ചെയ്യണത്? അങ്ങനെ കയറി നമ്മൾ ആ പൂമുഖത്തെ പടിയുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കയറി ഇരുന്നതാണ്. എന്താ കാരണം? മഴ നിന്നിട്ടില്ലേ, വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കേണ്ട, പടിയുമ്പിലേക്ക് വെള്ളം കയറിയിട്ടില്ല. പടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പൂമുഖത്തെ പടിയില്ലേ, എന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുക. അപ്പുറത്താച്ച പണിക്കാരൻ രാമനുണ്ട്, രണ്ടാളപ്പുറം ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാൾക്ക് മുണ്ടുള്ളതുകൊണ്ട് നനഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട് അവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലോ, ഒന്നും എന്താ ചെയ്യണത്? നോക്കൂ, വെള്ളം ഇങ്ങനെ അകത്തേക്ക് പോകണോ വരണോ, നീർക്കോലിയൊക്കെ അകത്ത് പോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ട് അവന്റെ അമ്മാവൻ ഉണ്ടാക്കിയതാ വീട് തോന്നുന്നു. നമ്മൾ ലോൺ എടുത്ത് ഉണ്ടാക്കിയത്. എന്നാലും എന്തൊരു അധികാരത്തിൽ അവരൊക്കെ പുറത്തേക്ക് തവളയൊക്കെ പോകുന്നത് കണ്ടാ വിചാരിക്കും പട്ടയം വാങ്ങി ഇതുവനാണ്. അങ്ങനെ ജന്തുജീവജാലങ്ങൾ കയറണു ഇറങ്ങണു നിരങ്ങണു ഇങ്ങനെ. എന്താല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കണം. ഒരേ ഇരിപ്പാണേ. മഴ ചോർന്നിട്ടില്ലേ, ദാഹിച്ചിട്ട് വയ്യ. മഴ പെയ്തതുകൊണ്ട് നമുക്ക് ദാഹം മാറില്ലല്ലോ. എങ്ങനെ പോയാലല്ലേ ദാഹം മാറല്ലോ. വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ആഹാരം ഒന്നും. അങ്ങനെ ഇരിക്കും, ദാഹിച്ച് വശം കേട്ടപ്പം പണിക്കാരൻ രാമനോട് പറഞ്ഞു, രാമ താനൊരു കാര്യം ചെയ്യൂ, ഇവിടെ നിന്നും മെല്ലെ ഇറങ്ങി അങ്ങനെ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ആ കിഴക്കേ ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞിട്ട് മീനൻ രാശിയിൽ നമ്മുടെ കിണറുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ചെപ്പോടം വെള്ളം ഇങ്ങോട്ട് കോരിക്കോള് കുടിക്കാനേ എന്നും പറഞ്ഞു. ആരോട്? പണിക്കാരൻ രാമനോട്. അപ്പൊ രാമൻ എന്തേ ചെയ്തു വെച്ചാല് ആ ചെപ്പോടം അങ്ങോട്ട് വാങ്ങിയിട്ട് ഇരിക്കണ പടിയുമ്പോൾ നിന്നും കുനിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ചെപ്പോടം അങ്ങോട്ട് മുക്കിയിട്ട് ചെപ്പോടം അങ്ങോട്ട് നിറച്ചിട്ട് മുമ്പിക്ക് വെച്ചോളൂ. തിരുമേനി അതന്നെ അത് കുടിച്ചോളൂ എന്നും പറഞ്ഞു. ഏത്? രാമൻ എവിടേക്ക് പോയില്ല, അവിടേക്ക് പോയില്ല. എന്താ പറഞ്ഞത്? അതന്നെയാണ് ഇത്, ധൈര്യമായിട്ട് കുടിച്ചോളൂ എന്നും പറഞ്ഞു. ശരി തന്നെയല്ലേ? ശരിയാണ്. അപ്പൊ ഇത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്.
ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിലൊരു ശ്ലോകം ഉണ്ട്. അതിൽ പറയും, യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറയും. അതായത് യാവാനർത്ഥ ഉദപാനെ, ഉദപാനം പറഞ്ഞ ജലാശയങ്ങൾ. അതായത് നമുക്കിപ്പം കിണറ്, കുളം, പുഴ, തോട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളതായ ജലാശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നിരിക്കെ, ഓരോ ജലാശയങ്ങളെ കൊണ്ടും ഉപയോഗം ഓരോന്നോരോന്നാണെന്നിരിക്കെ, സർവത്ര വെള്ളപ്പൊക്കം വന്നാൽ എല്ലാ ജലാശയം കൊണ്ടും കിട്ടേണ്ടതായ സൗകര്യം എവിടുന്ന് കിട്ടും? അവനവന്റെ മുമ്പിൽ തന്നെ തരാവും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം കൂടി ഒന്നായി. ഓരോന്ന് വെള്ളപ്പൊക്കം ഇല്ലാത്ത കാലത്ത് വേറെ 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 ജലാശയങ്ങളാണെങ്കിലും വെള്ളപ്പൊക്കം വന്നാൽ എല്ലാം കൂടി ഒരു ജലാശയാവില്ലേ? അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ ഓരോ ദിക്കിലും ഇപ്പൊ ഇവിടെയുള്ളൂ ഭഗവാൻ, അവിടെയുള്ളൂ ഭഗവാൻ എന്നൊക്കെ അങ്ങനെ ഒരു അജ്ഞാനത്തിന്റെ കാലത്ത് തോന്നും. പിന്നെ ഈ മഹാജ്ഞാനം ഭഗവാന്റേത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പ്രകാശിച്ചാൽ ഈശ്വരഭാവമാണ് സകല ദിക്കിലും ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ പിന്നെ നമുക്ക് സർവത്ര വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ വെള്ളം കുടിക്കാൻ കിണറ്റിലേക്ക് പോണ്ട എന്ന് പറയും പോലെ, പിന്നെ കുളിക്കാൻ കുളത്തിലെ വെള്ളത്തേക്ക് അങ്ങോട്ട് പോണ്ട, നമുക്കൊരു ആ നിൽക്കുന്നതിന് എന്ത് ശരിയാവും? തരാവും എന്ന് പറയും പോലെയാണ് സർവത്ര ഈശ്വര ഭാവം പരന്ന് പ്രകാശിച്ചിരിക്കുക എന്നുള്ള ബോധ്യം ഉണ്ടായാൽ പിന്നെ എന്ത് വേണ്ട? അർച്ചാദൗ അർച്ചയേത്, വിഗ്രഹാദികളിൽ ഭജിക്കേണ്ട. എന്താ കാരണം? എല്ലാ ദിക്കിലും ഭഗവാനാണേ. അപ്പൊ പിന്നെ ഒരു പ്രത്യേക വിഗ്രഹത്തേക്ക് തിരിയണ്ട, എവിടെ നോക്കിയാലും അങ്ങനെ. അതാണ് അങ്ങനെയാ വേണ്ടത്. എന്ത് വേണ്ടു? മനസൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. അങ്ങനെയാ വേണ്ടത്. മനസാ ഏതാനി ഭൂതാനി ബഹുമാനയൻ പ്രണമേൽ. ഈ മനസ്സുകൊണ്ട് സകല ചരാചരങ്ങളെയും എന്ത് ചെയ്യണം? ഭഗവാനാണെന്നുള്ള ഭാവത്തിൽ നമസ്കരിക്കണം. എന്താ വെച്ചാൽ എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഈശ്വര സ്വരൂപാണേ. അങ്ങനെയാ വേണ്ടത്. എങ്ങനെയാ? ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ഈശ്വരനാണ് ജീവകല, ജീവസ്വരൂപനായിട്ട് ഓരോ ജീവജാലത്തിന്റെ ഉള്ളിലിരിക്കണത് എന്ന് ഭാവിച്ച് നമസ്കരിക്കണം എന്നാ പറയുന്നത്. ഇതാണ് ഉണ്ടാവുക. അങ്ങനെ മനസ്സിരുത്തിയിട്ട് എന്ത് ചെയ്ത്, അപ്പൊ ഇതൊക്കെ കേട്ടു, നന്നോണം സന്തോഷമായിട്ട് കേട്ടു. അപ്പൊ ഭഗവാനോട് ചോദിച്ചു, അമ്മ ചോദിച്ചു, ഭക്തിയുടെയും ഭജിക്കേണ്ടതിൻ്റെയും ഒക്കെ മഹിമ കേട്ടപ്പോഴാണ് ഒരു സംശയം ഉണ്ടായി. സംശയം എങ്ങനെയാ ചോദിച്ചത്? ഈ ഭക്തി ഉണ്ടായാൽ ഉണ്ടാവണ മഹിമ, ഭക്തി കൊണ്ട് ഉണ്ടാവണ യോഗ്യത എന്നൊക്കെ പറഞ്ഞു. ഒരു ചെറിയൊരു ശങ്ക. എന്താ ശങ്ക വെച്ചാലേ, ഭക്തി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതും കൂടി ചോദിച്ചറിയണല്ലോ നമ്മള്. അങ്ങനെ ഉണ്ടല്ലോ. ഭക്തി ഉണ്ടച്ചാപ്പ അങ്ങനെയൊക്കെയുള്ള കേമത്തുണ്ട്. ഭക്തി ഇല്ല അച്ഛാ എന്താ ഉണ്ടാവുക ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് ഭഗവാൻ കപില വാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഭക്തി ഇല്ല നമ്മൾ പറയുമ്പം അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭക്തി ഇല്ല അച്ഛാ അതിന്റെ അർത്ഥം ഭഗവാനോട് ഭക്തി ഇല്ല എന്നേ ഉള്ളൂ. വേറെ പലതിനോടും ഭക്തി ഉണ്ടാവും. ഭാര്യ ഭക്തി, ഭർത്തൃഭക്തി, പുത്രഭക്തി, പിന്നെ നമ്മുടെ സ്വത്ത് ഭക്തി, ബാങ്ക് ഭക്തി, എന്തൊക്കെ ജാതി ഭക്തി ചെന്നർത്ഥം? അടങ്ങാത്ത താല്പര്യം അതുണ്ടോ? ഭഗവാനോട് മാത്രമില്ല. അപ്പൊ നമ്മൾ ഭക്തി ഇല്ലാച്ച ഭഗവാനോടെ ഇല്ലയുള്ളൂ. ലോകത്തിലെ ഈ വിഷയങ്ങളായിട്ട് കെട്ടിമറിഞ്ഞ് അതിനോട് ഇങ്ങനെ ആസക്തിയായിട്ട് കഴിച്ചുകൂട്ടി അതുണ്ടാവും. അത്തരക്കാരുടെ ഗതി എന്താണെന്നറിയും? ഈശ്വര വിചാരവും ഇല്ല, എന്നാൽ ലോകത്തിലെ എല്ലാറ്റിനോടും ഒട്ടലും ഉണ്ട് വെച്ചാൽ കഷ്ടാണ്. അതാ പറയുന്നത്. അവരുടെ കാര്യം അവർ പറഞ്ഞു കൊടുത്തു. ഇവരെന്ത് ചെയ്യും? നല്ല കാലത്തൊക്കെ എന്റെ ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ടടക്കും. അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ. ഇതെന്റെ, അതെന്റെ, എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ സുഹൃത്ത്, എന്റെ വീട്, എന്റെ പറമ്പ്, എന്റെ പണം, എന്റെ സ്വത്ത്, എന്റെ അധികാരം, എന്റെ പദവി, എന്റെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെയാണെന്ന് പറഞ്ഞ് നടക്കും. ഈശ്വരനെ മാത്രം എൻ്റെ ആരുമല്ല, ഞാനായിട്ടൊരു ബന്ധുവില്ല, അല്ലാത്തതൊക്കെ എന്റെയാണ്. ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എല്ലാറ്റിനെയും ഒട്ടിച്ച് നടന്ന് കുറെ കാലം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നല്ല കാലത്തൊക്കെ എന്തിനെയാണോ എൻ്റെ എന്നും പറഞ്ഞ് കൊണ്ടു നടന്നത്, കുറെ കാലം കഴിയുമ്പം നമ്മൾ എൻ്റെ എന്നും പറഞ്ഞ് കൊണ്ടു നടന്നതിനൊക്കെ നമ്മൾ എൻ്റേതല്ലാണ്ടാവും. മനസ്സിലാവുണ്ടാവോ പറഞ്ഞത്? നമ്മള് കുറെ കാലം എൻ്റെ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന കുറെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മള് എൻ്റെ നല്ലാണ്ടേവൂ. വ്യത്യാസം മനസ്സിലായില്ലേ? അത് അങ്ങനെയൊക്കെ പറയുള്ളൂ. വിശദമായിട്ട് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവേ. അപ്പൊ വലിയ വിഷമാവും. അങ്ങനെയാണ് ലോകത്തിന്റെ കഥ. എന്താ കഥ? കുറെ കഴിഞ്ഞാൽ വേണ്ടാണ്ടിയവേ. അതല്ലേ ഇവിടെ പറഞ്ഞത്. ഏവം സ്വഭരണാകൽപ്പം തൽക്കളത്രാദയസ്തഥാ നാദ്രിയന്തേ യഥാപൂർവം കീനാശ ഇവ ഗോചരം. എന്താ പറഞ്ഞത്? ഏവം സ്വഭരണാകൽപ്പം തൽക്കളത്രാദയസ്തഥാ.
നാദ്രിയന്തേ യഥാപൂർവം കീനാശ ഇവ ഗോചരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് നമ്മൾ കുറെ കാലം ഇങ്ങനെ കൊണ്ടുവന്ന് ഒടുക്കം കുറെ കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? കീനാശ ഇവ ഗോചരം, വണ്ടിക്കാളയുടെ മാതിരിയാവുന്നതാണ്. വണ്ടിക്കാള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? വണ്ടി വലിക്കുന്ന കാലത്ത് കാളവണ്ടി ഉള്ള കാലത്തെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ കാളവണ്ടിയൊന്നും ഇല്ലല്ലോ. പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടോ കാളവണ്ടി? ഇല്ലേ? ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രായമുള്ളവര് ചെറുപ്പക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. വല്ല അന്യദേശത്തൊക്കെ പോണ്ടി വരും. കാളവണ്ടിക്ക് വണ്ടി വലിക്കണ കാളയുണ്ടാവും. വണ്ടി വലിക്കണ കാലത്ത് കാളയ്ക്ക് നല്ലോണം ആഹാരം കൊടുക്കും. നേരത്തിന് ആഹാരം, വെള്ളം, പിന്നെ മരുന്നുകള്, ശരീരരക്ഷയ്ക്കുള്ളതായ ചില ഔഷധങ്ങള്, ഇതൊക്കെ സമയവും നേരം നോക്കി അവര് കൊടുക്കും. ഉടമസ്ഥൻ ഇങ്ങനെ കൊടുക്കും. കുറെ കാലം കൊടുക്കും. അങ്ങനെ വണ്ടി വലിച്ച് കുറെ കാലം കഴിഞ്ഞ് കാളയ്ക്ക് വയ്യണ്ടേ, ഈ വയസ്സായി കാളയ്ക്ക് ഇപ്പൊ വണ്ടി വലിക്കാനൊന്നും വയ്യണ്ടേ. ഇപ്പോഴും വേണ്ടത് തൊഴുത്തലുണ്ട്. ആരിയ്ക്കണു? കാളയിരിക്കണു. അതിനെങ്ങനെയപ്പൊ കിട്ടണത്? ഇപ്പൊ പണ്ടത്തെ മാതിരി നേരത്തിന് ആഹാരം, വെള്ളവും, വൈക്കോലും, പുല്ലും, പിന്നെ മരുന്നൊക്കെ കിട്ടുമോ? കിട്ടില്ല. കാളയുടെ കാര്യം അവിടെ ഇരിക്കണം. നമുക്ക് പശുവിന്റെ കാര്യം പറയാം. കുറച്ചും കൂടിയൊക്കെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. പശു ഒരു നല്ലോണം കറക്കണം. ഇപ്പൊ 2 പേറ് പെറ്റത്, ഇപ്പൊ കഴിഞ്ഞ മാസം പെറ്റതേ, 2ാമത്തെ പേറ് പറ്റൂലോ. ആ 25 ലിറ്റർ പാലുള്ളത് കൂടി പോയോ? ഇന്ന് 20, ഇനി കുറയ്ക്കില്ല. ആ 20 ലിറ്റർ പാലുള്ള മറ്റേ ജാതി പശു ഇല്ലേ? അതന്നെ, അതുണ്ട്. 2ാമത്തെ പേറാണ്. അടുത്ത പേറിന് ഇനിയും അത്രയ്ക്കൊക്കെയാണ്. 2 പേറ് പറ്റപ്പോഴേക്കും ഇത്രയ്ക്കുണ്ട്. അപ്പൊ പിന്നെ 3ാമത്തേന് അങ്ങനത്തെ പേറ് മറ്റേ ഒരു പശു ഉണ്ട് നല്ലോണം കറക്കണത്. പിന്നെ വേറെ ഒരു പശു ഉണ്ട്. അത് കുറെ കാലം നല്ലോണം 25 ലിറ്ററൊക്കെ കറന്ന പശുവാണ്. പിന്നെ അതിപ്പോ പ്രായമായി, വയസ്സായി, പേറൊക്കെ നിന്നൊരു പശു ഉണ്ട്. വയസ്സായ പശു, പാവം. അത് കുറെ കാലം പെറ്റ് അനവധി കാലം ഇവിടെ പാലൊക്കെ തന്ന് കുടുംബം പരിപാലിച്ച പശുവാണേ. അതും ഉണ്ട്. ഇപ്പൊ പേറൊക്കെ നിന്ന് വയ്യ, പറവയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണ്ട. ഏതിനാ നമ്മൾ നല്ലോണം പുല്ലും, വെള്ളം, വൈക്കോലും ഒക്കെ കൊടുക്കുക? ആലോചിച്ച് പറഞ്ഞാൽ മതി. ധൃതിയൊന്നും ഇല്ല. ഏതിനാ കൊടുക്കണത്? പെറ്റ് 2 പേറ് പെറ്റിട്ട് ഇപ്പം കഴിഞ്ഞ മാസം പെറ്റതിന് നമ്മൾ നല്ലോണം പുല്ലും, വെള്ളവും, വൈക്കോലും, കാലി തീറ്റിങ്, മറ്റേ ജാതിയൊക്കെ കൊടുക്കും. നല്ലോണം കൊടുക്കും. അപ്പൊ മറ്റേതിന് ഇത് തിന്നാത്ത ചണ്ടി പുല്ലും, ഇത് കുടിക്കാണ്ട് നീക്കി വെച്ച മറ്റേ ജാതി വെള്ളവും ഒക്കെ അത് പിന്നെ എന്തെങ്കിലും തിന്നും, വെള്ളം കുടിക്കുന്ന, ജീവിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണല്ലോ. ഇത് തിന്നെ കുടിക്കന്നെ. ശരിയോ തെറ്റോ? അത്രയേ ഉള്ളൂ. കുറെ കഴിഞ്ഞാൽ വേണ്ടാണ്ടേ ആവും. അതാ പറഞ്ഞത്. ഏവം സ്വഭരൻ. കുറെ കാലം കഴിയുമ്പോൾ അങ്ങനെ കഥയില്ലേണ്ടി ആവേ. അപ്പൊ പറഞ്ഞത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ട് ലോകത്തിലൊരു സംഭവം. പണ്ടൊരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേ വെറുതെ ഇങ്ങനെ എന്തോ വിശലം പറഞ്ഞപ്പോ ചോദിച്ചു, എന്തൊക്കെയാണോ പിന്നെ വിശേഷം ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നും പറയേണ്ട തിരുമേനി, അച്ഛൻ മരിച്ച ദുഃഖം പിന്നെ അമ്മ മരിച്ചപ്പോഴാ മാറിയതെന്നും പറഞ്ഞു. പെട്ടെന്നായപ്പോ നമുക്ക് മനസ്സിലായില്ല ഇവൻ എന്താ പറയുന്നതെന്ന്. തെറ്റിപ്പോയത്. അല്ല, അപ്പൊ വീണ്ടും പറഞ്ഞു, അല്ലെ തിരുമേനി, അച്ഛൻ മരിച്ച ദുഃഖം പിന്നെ അമ്മ മരിച്ചപ്പോഴാ മാറിയത്. അതെന്താടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്താ വെച്ചോ, അച്ഛൻ 5, 4, 9 ഉണ്ടേ. എന്ത് നാളികേരല്ല, മക്കള് 9 ഉണ്ട്. ഈ 9 മക്കൾ ഉണ്ടായിട്ട് അച്ഛൻ മരിക്കുമ്പോ ആരും ഉണ്ടായില്ല അടുത്ത്. അങ്ങനെ വെള്ളം കിട്ടാണ്ടാണ് അച്ഛൻ മരിച്ചത്. ആ സങ്കടേ അങ്ങനെ ഉണ്ടായി, സങ്കടം ഉണ്ടായി. പിന്നെ അമ്മ മരിച്ചപ്പോ അത് മാറും ചെയ്തു. അപ്പൊ അമ്മ എങ്ങനെയാ മരിച്ചത്? അമ്മ പിന്നെ കെട്ടിച്ചാടിച്ചാവുകയുണ്ടായി എന്നും പറഞ്ഞു. അതുകൊണ്ട് അത് മാറി. ജാതി മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴേ ചാടി ചോദിച്ചാൽ പോരെ കെട്ടിക്ക്. അമ്മ കെട്ടിച്ചാടിയപ്പോ പിന്നെ നല്ലോണം കുടിക്കുകയും ചെയ്തു. അച്ഛൻ കുടിക്കാത്തത് അമ്മ കുടിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയിട്ടും ഉണ്ടാവും. എന്താ കാരണം? അമ്മയ്ക്കൊരു കരുതൽ എപ്പോഴും ഉണ്ടല്ലോ അച്ഛനോട്. അച്ഛൻ പറഞ്ഞ് മനസ്സിലാവില്ലേ. കുറെ കഴിയുമ്പോ അങ്ങനെയൊക്കെയാണ്. ആർക്കൊക്കെ വേണ്ടാണ്ടി ആവുകയാണ്. കുറെ അതാണ് എന്താല്ലേ ചെയ്യണത്. അപ്പൊ പറഞ്ഞത് ഇപ്പൊ എന്താണെന്നാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള ഈ ഭാവത്തിൽ കുറെ കാലം അങ്ങനെ ഒട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചു കൊണ്ട് നടന്നതിനൊക്കെ നമ്മൾ ഒട്ടി നടക്കുന്നത് ഇഷ്ടമല്ലാണ്ടേ ആവും. ശരി, കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ ഓടിച്ചും ചാടിച്ചും ഒക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുനടക്കും. കുറച്ച് പ്രായം എന്താ അമ്മ വരണ്ടാന്ന്. അമ്മ പഴയ വയറ്റി മുണ്ടൊക്കെ ചീറ്റിയിട്ട് ചന്ദനക്കുറിയൊക്കെ വരച്ചു കൂറിയിട്ടൊക്കെ ശരിയല്ലേ ഇത്? അങ്ങനെ വേണ്ട, നമുക്ക് അങ്ങനെ ചേരുന്നില്ലേ. അച്ഛനാണെങ്കിൽ പാവം കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ എത്ര ഉക്കത്ത് വെച്ച് കൊണ്ടുവരുന്ന സ്കൂളിലേക്കും ആസ്പത്രിക്കും അവിടേക്കും ഇവിടേക്കൊക്കെ കുറച്ച് പ്രായമായിപ്പോ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ പോകുമ്പോ അച്ഛൻ വരണമെന്നില്ല, അച്ഛൻ വരണമെന്നില്ലെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പാവം എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അപമാനിക്കണോ, എല്ലാരും നമ്മളെ നിന്ദിക്കണോ എന്നല്ല പറഞ്ഞത്. കുറെ കാലം കഴിയുമ്പം നമ്മള് ഓരോന്നിനും ഒട്ടിച്ച് കൊണ്ടടക്കുമ്പോ അവർക്കൊക്കെ പിന്നെ കുറെ കഴിഞ്ഞാൽ നമ്മൾ എന്താവും? അങ്ങനെ ശരിയല്ലേ ഇത്? ഇപ്പൊ ഉണ്ണി മകൻ വിവാഹം ചെയ്തു. വിവാഹം ചെയ്യുന്നത് വരെ അച്ഛനും അമ്മയും മകനും കൂടിയാണ്. എന്താണ്? അച്ഛനും അമ്മയും
മകനും കൂടി ഒരു വട്ടത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു, അവരുടെ വട്ടത്തിൽ ഇങ്ങനെ. അങ്ങനെ മകൻ വിവാഹം ചെയ്തു. ആ മകൻ വേളിയിച്ചു, മകനൊരു ഉണ്ണി ഉണ്ടായി. അപ്പൊ മകൻ എന്ത് ചെയ്തു? മകൻ വേറൊരു വട്ടം വരച്ചു. ആ വട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? മകനും മകന്റെ ഭാര്യയും അതിന്റെ ഉണ്ണിയും പെണ്ണാച്ച അത് ഉണ്ട്. ശരിയല്ലേ ഇത്? അപ്പൊ പഴയ വട്ടത്തിൽ രണ്ടെണ്ണം ഒറ്റയ്ക്കായി പോകും. അതേതാ? മനസ്സിലാവില്ലേ? പിന്നെ ഈ ഒരു മകൻ ഉണ്ടായി. ആ മകൻ കുറച്ച് പ്രായമൊക്കെ ആയി, അത് വെള്ളി കഴിച്ചു, അതിന് ഉണ്ണി ഉണ്ടായി. അപ്പൊ ആ മകൻ എന്ത് ചെയ്തു? വേറെ വട്ടം വരച്ചു. അപ്പൊ 3 വട്ടമായി. ഓരോ വട്ടത്തിൽ ഇരണ്ടെണ്ണം, ഒന്നിൽ മാത്രം 3 ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഈ വട്ടത്തിൽ നിന്ന് പുറത്തായ കൂട്ടര് ഈ വട്ടത്തേക്ക് തള്ളി കയറുന്നതിന്റെ ഒരു ഉത്സരുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ശരിയോ തെറ്റോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വട്ടത്തിന്റെ ഉള്ളിലേക്ക് തള്ളി കയറാനൊന്നും പോകരുത്. അവരവരുടെ മാടായിട്ട് എന്താ പോട്ടെ, നമ്മൾ നമ്മുടെ വട്ടം ഒറ്റയ്ക്ക് വേറെ വരയ്ക്കണം. അർത്ഥം മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ എപ്പോഴും കുടുംബമായിട്ടൊക്കെ ഒട്ടിപ്പിടിച്ച് നടക്കുമ്പം എല്ലാ കാലത്തും നമ്മൾക്ക് 16-ാമത്തെ വയസ്സത്തെ മാതിരിയോ 25-ാമത്തെ വയസ്സത്തെ മാതിരിയോ ഒന്നും നടക്കാൻ പറ്റില്ല. അതാർക്കും പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാലം വരുമ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടിക്കാലത്ത് നമ്മൾ സന്തോഷിച്ചത് ചെറിയ കളിക്കണ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിച്ചു. ശരിയല്ലേ? ഇത് 5 ഉറുപ്പയുടെ കളിക്കണ മറ്റേ വണ്ടി കിട്ടിയപ്പോഴും മറ്റേ സാധനങ്ങൾ പാവയെ കിട്ടിയപ്പോഴൊക്കെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഈ 10-15 വയസ്സായപ്പോൾ നമുക്ക് അത് സന്തോഷം ഇല്ലേണ്ടേ? സന്തോഷം ഉണ്ടായോ? 5 ഉറുപ്പയുടെ കളിക്കണത് 15 വയസ്സായ കുട്ടിക്ക് സന്തോഷമാകുമോ? ഇല്ല. അതിനൊരു സൈക്കിള് വാങ്ങിക്കൊടുത്താൽ സന്തോഷമാവും. ശരിയല്ലേ? ഇത് അങ്ങനെ സൈക്കിൾ ഓടിച്ച് നടന്ന് 12-ാം ക്ലാസ് വരെയൊക്കെ സൈക്കിളുമ്മിൽ പോയി. 12-ാം ക്ലാസ് 12 പറഞ്ഞു, എന്താ ചൈജാതി സൈക്കിളിലൊക്കെ ഞാൻ ഇങ്ങനെ, മറ്റവരൊക്കെ ശരിയല്ലേ? അപ്പൊ സൈക്കിൾ ഒരു ഭംഗിയില്ലേണ്ടി. അപ്പൊ സൈക്കിളിലെ സന്തോഷം പോയി. പിന്നെ എന്തായി? മോട്ടോർ സൈക്കിളായി. അപ്പൊ അതിങ്ങനെ കുറച്ച് ദിവസം പോയി. കോളേജിൽ 2-3 കൊല്ലമൊക്കെ പോയപ്പോ തോന്നി എല്ലാ വീട്ടിലെ കുട്ടികളും കാറില്ല, ഞാൻ മാത്രമേ ഈ ഉണക്ക മോട്ടോർ സൈക്കിളിന്റെ മുകളില്. ശരിയല്ലേ? അപ്പൊ ഓരോ കാലത്ത് നമ്മളെ ഓരോ തരത്തിലാണ് സന്തോഷിപ്പിക്കണത് എന്ന് പറഞ്ഞ അർത്ഥം, കാലത്തിനനുസരിച്ച് നമ്മുടെ രൂപവും മാറും, ഭാവവും മാറും, ഒക്കെ മാറും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി പിടിക്കണം. പഴയ പിടുത്തം പിടിച്ചാൽ എന്താ ഉണ്ടാവുക എന്നറിയൂ? അവിടെ കിടന്ന് നരകിക്കുകയുള്ളൂ. അത് നമുക്ക് പണ്ടത്തെ മാതിരി ആവാനൊന്നും പറ്റില്ല. പിന്നെ ഈ ഇരിക്കണത് കേമാവുകയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒട്ടിപ്പിടിച്ച കഷ്ടത്തിലായിട്ട് ഇങ്ങനെ നടക്കണതിനേക്കാളും ഭേദം എന്താണെന്നറിയൂ? നമ്മൾ നമ്മുടേതായ ഒരു ഈശ്വരീയമായ ഭാവം ഭഗവാനോട് ഉണ്ടാക്കി, അതിനോട് ബന്ധപ്പെട്ട് അതിലേക്ക് നമ്മളെ യോജിപ്പിച്ച് അതിൽ സന്തോഷിച്ച്, അപ്പൊ അവര് മക്കളും കുട്ടികളൊക്കെ അവരുടെ മട്ടിൽ സന്തോഷമായിട്ട് നടക്കട്ടെ, അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. അതിൽ നമ്മൾ പോയി തലയിടേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാറ്റിലും നമ്മൾ പോയി തലയിട്ടാൽ അതും കഷ്ടമാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചോണ്ടോ, നമ്മൾ എല്ലാ കാര്യം എൻ്റെ തലയിൽ തന്നെ ഇരിക്കണം എന്നൊരു പിട്ടി വായിച്ചേ നമ്മൾക്ക്. കൂട്ടാനിൽ ഉപ്പിടുമ്പോൾ മരുവളിട്ടാൽ ഇട്ടാ നേരെയാവില്ല, ഞാൻ തന്നെ ഇട്ടോളാം. ഞാൻ മരുവളിട്ടെ, കൂടിയതിരുന്ന് കഴിക്കട്ടെ. അപ്പൊ പിറ്റേന്നാളെ മനസ്സിലാവും ഒന്നര കൂടിപ്പോയി, ഇന്ന് കുറച്ച് കുറയ്ക്കണമെന്ന്. ഉണ്ടല്ലേ? അങ്ങനെ പഠിക്കും. ശരിയല്ല? അല്ലാതെ അപ്പൊ ഒരു ദിവസം കൂടി വന്നാലും അപ്പൊ നമ്മളെ കുറേശ്ശെ കുട്ടികളായാലും മക്കളായാലും അവരെ ജീവിതത്തിന്റെ ഭാവങ്ങൾ കുറേശ്ശെ ഏൽപ്പിച്ചു കൊടുത്തും പഠിപ്പിച്ചും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചും പ്രാപ്തരാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഒഴിഞ്ഞ് പോവാൻ. അപ്പൊ അവരെ ഏറ്റെടുത്ത് നടത്തട്ടെ. അല്ലാതെ എന്നും നമ്മൾ ഇങ്ങനെ കൊഞ്ചിച്ചും കുഴയിച്ചും കൊണ്ട് നടന്നാലൊന്നും ഒരു കഥ. അപ്പൊ അതുകൊണ്ട് കുറേശ്ശൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ ചിലര് പറയും, തിരുമേനി അതിന് വകതിരിവില്ല. ഈ വകതിരിവ് അങ്ങാടിയിൽ നിന്ന് കിട്ടുമോ? വാങ്ങാൻ കിട്ടില്ല. അത് ആരുണ്ടാക്കിക്കേണ്ടതായിരുന്നു? ഈ വകതിരിവില്ല എന്ന് നമ്മൾ പറയണില്ലേ? അത് ആരുണ്ടാക്കിച്ചു കൊടുക്കേണ്ട സാധനമാണ്. നമ്മളൊക്കെ തന്നെ മുതിർന്നവരല്ലേ ചെയ്യിക്കേണ്ടത്. അത് ചെയ്യിക്കാതെ പിന്നീട് ഇപ്പൊ പ്രായമായിട്ട് ഇതില്ല എന്ന് പറയുന്നത് കഷ്ടല്ലേ? അതുകൊണ്ട് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പരിപാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, അമ്മേ നല്ലോണം അനുസരിപ്പിക്കോളൂ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ലോകത്തിലെ വസ്തുക്കൾ എൻ്റെ എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന കുറെ കാലം കഴിഞ്ഞാലൊക്കെ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തേ വേണ്ടു വെച്ചാൽ പറഞ്ഞു നല്ലോണം അനുസരിച്ച് ഭഗവാനെ ആശ്രയിക്കുക. നമ്മൾ ഈ ഭഗവാനെ നല്ലോണം ആശ്രയിച്ച് ഉറപ്പിച്ച് ഭജിച്ച് പുറപ്പെട്ട കൂട്ടരേച്ച് അങ്ങനെയുള്ള കൂട്ടർക്ക് ഇനിയിപ്പോ വേറെ ചിലതൊക്കെ ഇല്ലാണ്ട പോയാലും നന്നായി കഷ്ടായാലും അവർക്ക് വലിയ വേവലാതിയൊന്നും ഇല്ലേ. ഇപ്പൊ ചില അമ്മമാരൊക്കെ നമുക്ക് തന്നെ പരിചയമുള്ള കാരണവന്മാരുണ്ട്. അവരൊക്കെ മക്കളൊക്കെ പല ദിക്കിലും പല ഇതായിട്ടോ അപ്പൊ പറയും, നമുക്ക് അങ്ങനെ പാരെയും കുറ്റം പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ അവരുടെ ജീവിതമായിട്ട് ഓരോ ദിക്കിൽ കഷ്ടപ്പെട്ട് നരകിച്ച് പണിക്കൊക്കെ പോയിട്ടുണ്ടാവുകയെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ മിറ്റ തന്നെ നിന്നോളൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? അവർക്ക് ജീവിക്കാൻ വല്ല കാശിന്റെ കഥ ഉണ്ടാവണമെങ്കിൽ പണിക്ക് പോകണ്ടേ? പണികൾ പണ്ടത്തെ മാതിരിയാണ്. ഇപ്പൊ വല്ല ദേശത്തൊക്കെ പോയാൽ എന്തുണ്ടാവുള്ളൂ? മെച്ചപ്പെട്ട വല്ല ജോലിയും കിട്ടി 10 കാശിന്റെ വരുമാനം ഉണ്ടായി ജീവിച്ചു പോണ്ടേ?
പണ്ടുള്ള പോയ മാതിരിയാണോ? അല്ലേ, പണ്ട് കൊയ്യാനുണ്ടാ, നെല്ലുണ്ട്, നാളികേരുണ്ട്, അതൊക്കെ ഉണ്ട്. ഇന്നിപ്പോ എന്തുണ്ട്? ഒന്നുമില്ല. വായ ഒന്നും ഉണ്ട്, മറ്റേ സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ലേ. ശരിയല്ലേ ഇത്? അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? മനുഷ്യന്മാരല്ലേ, ഉണ്ണണ്ടേ, അത്യാവശ്യം ഉടുക്കണ്ടേ, ജീവിതത്തിൽ മര്യാദയിൽ നടക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ജീവിത വൃത്തിയായിട്ട് അവരെയും കുറ്റം പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. ഓരോ ജീവിത വൃത്തിയുടെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ മട്ടില് എല്ലാറ്റിനെയും മനസ്സിലാക്കി ഒരു ഉത്തരവാദിത്തോടു കൂടി പോകുമ്പോൾ ഈശ്വരഭാവത്തിൽ നല്ലോണം ഉറപ്പിച്ച് ഭജിച്ച് ഈ ഒരു വഴി കൂടി പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നില്ല? നമ്മളൊരു ഒറ്റപ്പെട്ട മാതിരി തോന്നില്ല, നമ്മൾ ഒഴിവാക്കിയ മാതിരിയും തോന്നില്ല. അപ്പൊ നമ്മൾക്ക് നല്ല ഭാവവും ബോധവും വിവരവും ഉണ്ട്. അതൊക്കെ ആർക്ക് വെളിച്ചായിട്ടും വരും? കുടുംബത്തിൽ ശണ്ഠയൊന്നും ഉണ്ടാവില്ലേ? അതാണ്. അപ്പൊ നമുക്ക് അംഗീകരിക്കാനും അവരെയൊക്കെ സ്നേഹിക്കാനും അവരുടെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തിരിച്ചും അപ്പൊ പറ്റും. ഇല്ലെങ്കിൽ പറ്റും. ഇല്ലെങ്കിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടിട്ടില്ലേ, അമ്മായിയമ്മയും മരോള് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി കുത്ത മുറി, എന്താല്ലേ, വല്ലാത്ത ജാതി യുദ്ധങ്ങളാ പല ദിക്കിലും. അപ്പൊ അതിപ്പോ അവരെയും നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല, നമ്മൾക്ക് ആരെയും നന്നാക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് നന്നാക്കാം, ഒരാളെ നന്നാക്കാം. മൂത്ത മകനെയോ? തോന്നണില്ല, എന്നാവും തോന്നണില്ല. അതിനൊന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരാളെ വേണമെങ്കിൽ നന്നാക്കാം. അതാരെയാണെന്നറിയോ? അവനവനെയാണ്. അതന്നെ എത്ര കാലമായി നന്നാക്കണം. എന്നിട്ട് നന്നായത് എങ്ങനെയാ? പറയണ്ട. ചിലപ്പോ നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ പിടിക്കില്ല, പിന്നെയല്ല നാട്ടുകാർക്ക്. അങ്ങനെയൊക്കെ പറയാറില്ല ആളുകൾ ചിലര്. ചിലപ്പോ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കില്ല എന്ന്. അപ്പൊ നാട്ടുകാരപ്പോ നമ്മളെ കൂടെ നടക്കണവരുടെയൊക്കെ ഒരു സ്ഥിതി ആലോചിക്കും. 2 കൊണ്ടും തൊഴുതാ പോരല്ലേ? ഇത്ര സഹിച്ചിട്ടാവും അവരൊക്കെ നമ്മുടെ കൂടെ നടക്കണ്ടാവുക. ആരായാലും, അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും സുഹൃത്തായാലും അനിയനായാലും ഏട്ടനായാലും ശരി തന്നെയല്ലേ? അതൊന്നും ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചാൽ തീരാനുള്ള വിഷമങ്ങളെ ലോകത്തിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ അതിലൊന്നും പുറപ്പെട്ട് വിഷമിക്കണ്ട. നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് മാറി. നമ്മൾ മാറുമ്പം ലോകവും മാറും. നമ്മളാണ് മാറേണ്ടത്. നമ്മൾ മാറിയാൽ എന്തുണ്ടാവും? നമ്മളോടുള്ള ഭാവം മാറി. നമ്മൾ നമ്മുടെ ആ ഒരു ഇതൊക്കെ മാറ്റി സ്നേഹത്തോടെയും ഭാവത്തോടെയും പെരുമാറാൻ പുറപ്പെടുമ്പം എല്ലാവർക്കും നമ്മളോട് ആ ഒരു ഭാവം വരും. മരുവള് വരും, അടുത്തേക്ക് വരും. അമ്മേ അമ്മേ അമ്മേന്ന് ഇന്നലെയൊക്കെ വിളിച്ച പേരാ, രാമായണത്തിലെ പേരാ വിളിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ഉണ്ടല്ലോ പെണ്ണുങ്ങള്. അത് കേട്ടിട്ടാണ് അടുത്ത വീട്ടുകാരൊക്കെ രാമായണം വായിച്ചു തുടങ്ങിയത്. പുരാണ പരിചയം ഉണ്ടായത് ഇവിടുത്തെ ഇത് കേട്ടിട്ടാണ്. ഇപ്പോഴാണ് അമ്മേ അമ്മേന്നൊക്കെ വിളിക്കുന്നത്. എങ്ങനെയുണ്ട് ആലോചിച്ചൊക്കെ? കണ്ടില്ലേ? അമ്മേ അമ്മേ, കടുമാങ്ങയിൽ ഉപ്പിടുമ്പം ഇത് മതിയ. നാട് മുഴുവൻ ഉപ്പിടാൻ ഇയാള് മതി, മരുവള്. കണ്ടില്ലേ? എന്നാലും ചോദിക്കണം. അപ്പൊ ആ ലേശം കൂടി ആയിക്കോട്ടെ. സന്തോഷം കണ്ടോ? ചോദിച്ചറിയല്, പറയല്, ഉപദേശം വാങ്ങല്, സ്നേഹിക്കല്. അപ്പൊ നമ്മൾ മാറുമ്പം നമ്മളോടുള്ള ഭാവം മാറും. എല്ലാ ആ ഒരു കൂടെ ഇരിക്കുന്ന ആ ശണ്ഠകളൊക്കെ അതിലങ്ങോട്ട് തീരും. അപ്പൊ അതുകൊണ്ട് സ്വയം നമ്മൾ മാറാൻ ശ്രമിക്കുകയാണ് എപ്പോഴും നല്ലതെന്നാ പറഞ്ഞത്. ഇവിടെ എന്താ വേണ്ടു ചോദിച്ചാൽ അമ്മയോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഈ ലോകത്തിൽ നടക്കുമ്പം ഈശ്വരഭാവത്തിനോട് ബന്ധമൊന്നുമില്ലാതെ ലോകാസക്തിയോട് കൂടി ഇങ്ങനെ നടന്നാൽ ഒടുക്കം കഷ്ടത്തിലായിട്ട് തീരും. അതുകൊണ്ട് അത്രൈവ നരക സ്വർഗ ഇതി മാതഃ പ്രചക്ഷതേ. ഈ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ തന്നെയാണ്. നരകം സ്വർഗം എന്നൊക്കെ നമ്മൾ പറയണില്ലേ, ഒക്കെ ഇവിടെ തന്നെയാണ്. നല്ലതും ചീത്തയൊക്കെ ഇവിടെ ഉണ്ട്. ചെയ്യണത് അനുഭവിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അമ്മ നല്ലോണം മനസ്സിരുത്തിക്കോളൂ. പിന്നെ എന്താ ചോദിച്ചാൽ എത്ര ജന്മങ്ങൾ ഓരോരോ സമ്പ്രദായത്തിൽ ജനിച്ചും മരിച്ചും കഷ്ടത്തിലായിട്ടാണ് നമ്മളിവിടേക്ക് എത്തുന്നത്. അനവധി ജന്മങ്ങൾ ഈച്ചയായിട്ടും പൂച്ചയായിട്ടും കാക്കയായിട്ടും കോഴിയായിട്ടും നായയായിട്ടും പല തരത്തിലും ജനിച്ചും മരിച്ചും അങ്ങനെ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഒടുക്കം ഒരു മനുഷ്യഗർഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യഗർഭത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അങ്ങനെ 7ാമത്തെ മാസം വരുമ്പം ഈ ഗർഭത്തിലെ ശിശുവിനെ എന്തുണ്ടാവും? 7ാമത്തെ മാസം കൂടി വരുമ്പം അതിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ തെളിയും. ഇന്ദ്രിയങ്ങളെ പറഞ്ഞ കണ്ണ മൂക്ക നാക്ക് ഇന്ദ്രിയങ്ങൾ മനസ്സൊക്കെ തെളിയുമ്പോൾ അതിന് പൂർവ്വജന്മ സ്മരണ വരും. പൂർവ്വജന്മ സ്മരണ ഉണ്ടാവുമ്പോൾ ഈ ശിശു ഇങ്ങനെ ചിന്തിക്കും, എത്ര കാലമായിട്ട് താൻ എന്തൊക്കെ ജാതിയിൽ ജനിച്ചും മരിച്ചും ഒക്കെ പോകുന്നു. അപ്പൊ അത് അവിടെ എത്തി. എന്താ അല്ലേ, ഇനിയും തീർന്നിട്ടില്ല, എപ്പോഴും ഇനി ജനിക്കാൻ തന്നെയാ പോകുന്നത്. ജനിച്ചാ പിന്നെ എന്തായി അടുത്തത്? ജനിച്ചാ പിന്നെ അടുത്തത് മരിക്കുക, മരിച്ചാ പിന്നെ ജനിച്ചാ പിന്നെ മരിക്കുക. ഇങ്ങനെ എത്ര കാലമായി ചുറ്റി തിരിയണോ? ഈ കഷ്ടം എന്തായാലും വേണ്ട. ഇനിയിപ്പോ എന്തേ ഉള്ളൂ? ഇനിയിപ്പോ ദബടി ഇരുന്ന് ഭഗവാനെ ഭജിച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. ജനിക്കാത്തത് മരിക്കുവോ? ജനിക്കാത്തത് എന്തായാലും മരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ജനിക്കണ്ട. എന്ത് ചെയ്യാം? ഭഗവാനെയും ഭജിച്ച്
ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുക ഈ ജീവിതം. ആര് നിരീച്ചു? ഈ ശിശു. അങ്ങനെ 7ാമത്തെ മാസത്തിൽ ഈ ശിശു ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഇനി അഥവാ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ചാലും എന്തേ ഉള്ളൂ? ജനിച്ചാലും ഭൂമിയിൽ വന്നാലും ഭഗവാനെയും ഭജിക്കുക എന്നല്ലാതെ വേറെ ഈ ലോകത്തിലുള്ള ലോകത്തിലെ ആസക്തിയോട് കൂടി പുറപ്പെട്ട് ബന്ധനത്തിന് ഒരുങ്ങില്ല എന്നാര് തീരുമാനിച്ചു? ഈ ഗർഭസ്ഥ ശിശു. അങ്ങനെ 7 മാസം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 ആയി, 9 ഇങ്ങോട്ട് കഴിഞ്ഞു, 10, 9 കഴിഞ്ഞപ്പോഴേക്ക് എന്തായി? പ്രസവിക്കേണ്ട കാലമായില്ലേ? 10ാമത്തെ മാസം വന്നു, പ്രസവിക്കേണ്ട കാലമായി. അമ്മയ്ക്ക് ഗർഭത്തിന്റെ പ്രസവ വേദന വന്നു, ഉണ്ണിയെ പ്രസവിച്ചത് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്ന് വീണതേ ഉള്ളൂ. ഭൂമിയിൽ വന്ന് വീണപ്പോഴേക്ക് ഇത്ര നേരം എന്താണോ താൻ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ചത് അതൊക്കെ ഉള്ളിന്ന് അത് മറന്നുപോയി. ഭൂമിയിൽ വന്ന് വീണപ്പോഴേക്കൊക്കെ മറന്നുപോയി. മലർന്ന് ഇങ്ങനെ കിടക്കണം, ഉള്ളേ എന്ന് പറഞ്ഞ് കരയുന്നു. ഒരു വിവരവും ഇല്ല. നല്ല വിവരമുണ്ട് മനുഷ്യന്റെ കുട്ടിക്ക്, വല്ല വിവരമുണ്ട്? ഈ പെറ്റ് വീണ സമയത്ത് വിവരമില്ലാത്തൊരു കുട്ടി ആരുടെ കുട്ടിയാന്നറിയും? മനുഷ്യന്റെ കുട്ടിയാ. ഈ പശു പെറ്റാൽ അതിന്റെ കുട്ടി ഉടയ്ക്കാൻ പോവുക? പെറ്റ് വീണ കുട്ടി അങ്ങാടിക്കോ? പശു പെറ്റാൽ അതിന്റെ കുട്ടിയെ ഉടയ്ക്കാൻ പോണത്? അത് എങ്ങനെയെങ്കിലും ഇങ്ങനെ എണീട്ട് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. വേറെ എവിടേക്കും പോകില്ല. എത്ര കൃത്യമായിട്ട് അത് അമ്മയുടെ അടുത്തേക്ക് പോകണത്? ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അമ്മയെ അത് ഇവിടേക്ക് പോയിക്കോളൂ, വേറെയും പശുവില്ല അവിടെ, അങ്ങോട്ടൊന്നും പോകണില്ലല്ലോ. ശരിയല്ലേ ഇത്? ഇപ്പൊ പൂച്ച പ്രസവിച്ചു, അപ്പൊ കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അരിച്ചരിച്ച് അവിടെ കണ്ണൊന്നും കാണില്ല തന്നെ. കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു കിടക്കുമല്ലോ. പൂച്ചയുടെ നായുടെ കുട്ടികളുടെ കണ്ണ് പെറ്റായ അടഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അത് എവിടേക്ക് തന്നെ പോകും? അതിന്റെ അമ്മയുടെ അടുത്തേക്ക്. ഏത് ജന്തുവിന്റെ കുട്ടിയാണെങ്കിലും അത് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. നമ്മുടെ കുട്ടികൾ 16ാമത്തെ വയസ്സിൽ പോകും അമ്മയുടെ അടുത്തേക്ക്. നമ്മുടെ കുട്ടികള് മനുഷ്യന്റെ കുട്ടിക്ക് വലിയ പ്രാരബ്ധാണേ. അതിപ്പോ ഒന്നും പറയണ്ട. പെറ്റ് വീണ്ട കുറെ കാലം മലർന്ന് ഇങ്ങനെ കിടക്കും. ഒരു വിവരവും ഇല്ല. ആരാന്ന് പോലും അറിയില്ല. അമ്മയാണോ അച്ഛനാണോ ഏട്ടനാണോ എടുത്തി അമ്മാവൻ മുത്തശ്ശനോ കാരണവരോ ഒന്നും അറിയില്ല. അത് ഇങ്ങനെ മലർന്ന് കിടക്കുക. ആരെങ്കിലും എന്തെങ്കിലും വായിൽ കൊടുത്താൽ ചിരിക്കുകയും, എല്ലാവരോടും ചിരിക്കുക, എല്ലാവരോടും കരയുകയും ചെയ്യും. ശരിയല്ലേ? പിന്നെ കുറേശ്ശൊക്കെ ചെരിയാൻ തുടങ്ങും. പിന്നെ കുറേശ്ശെ കമിഴ്, പിന്നെ കുറേശ്ശെ നീന്തേ, പിന്നെ കുറേശ്ശെ മുട്ടിലായി, പിന്നെ കുറച്ച് പിച്ചേ, പിന്നെ പിച്ച തെണ്ടായി. എന്തൊക്കെ ജാതി കഥ കഴിഞ്ഞിട്ട് വേണമെന്നും ഇങ്ങനെ കുത്തനെയായിട്ട് മനുഷ്യന്റെ ആകൃതിയും പ്രകൃതിയൊക്കെ ആവാനല്ലേ മനുഷ്യക്കുട്ടന്റെ പ്രാരം. എന്നാ പശുവിന്റെ കുട്ടിയാണെങ്കിലോ ഇന്നലെ വൈകുന്നേരം പെറ്റ പശുക്കുട്ടിയാ. ഇന്നലെ വൈകുന്നേരം പെറ്റിട്ടേ ഉള്ളത്. ഇനി ആ പശുക്കുട്ടി ഉണ്ടായി മുറ്റത്ത് കൂടി തെക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും കൂടി അപ്പുറത്തെ പഞ്ചായത്തേക്ക് ഓട്ടത്തിൽ മെമ്പർ നാരായണൻകുട്ടിയെ കണ്ട് തിരിച്ചുപടി എത്തും ചെയ്തു. പശുക്കുട്ടി നമ്മള് മെമ്പറെ കണ്ടത് കഴിഞ്ഞ ഇലക്ഷനാ കണ്ടത്. ശരിയല്ലേ ഇത്? എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഇന്നലെ പെറ്റ പശുക്കുട്ടിക്ക് അത്രയ്ക്ക് ദൂരം ഓടി അങ്ങനെയൊക്കെ പോയി ഓടി പാഞ്ഞ് ഇവിടേക്ക് എത്താനുള്ള പ്രാപ്തി. നമ്മുടെ കുട്ടികളാണെങ്കിലോ പെറ്റ കാലത്തല്ല എക്കാലത്ത് പോലും നമുക്ക് അജാതി ഓട്ടൊന്നും വയ്ക്കോ? നടക്കാൻ വയ്ക്കുക അത്രയൊക്കെ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യന്റെ കുട്ടിയെക്കാളും പ്രാപ്തി ജന്തുക്കളുടെ കുട്ടികൾക്ക് അത്രയ്ക്കും പ്രാപ്തി ഇല്ല. എന്നിട്ട് ഇതിങ്ങനെ മലർന്ന് കിടക്കുകയാണെങ്കിൽ ഒരു വിവരവും ഇല്ല. ഗർഭത്തിൽ വെച്ച് എന്താ ചിന്തിച്ചത്? ഞഞ്ഞി ജനിക്കില്ല, ഇവിടെ ഇരുന്ന് ഭഗവാനെ ഭജിക്കുകയുള്ളൂ, അങ്ങനെ കഴിക്കുകയുള്ളൂ, ജനിച്ചാലല്ലേ മരിക്കുള്ളൂ, അതുകൊണ്ട് ജനിക്കണില്ല എന്ന് വിചാരിച്ച് അഥവാ ജനിച്ചാലും ഈശ്വര വിചാരം ചെയ്യുള്ളൂ. ഇപ്പൊ എന്ത് വിചാരമുള്ളത്? ഒരു വിചാരവും ഇല്ല. നേരത്തിന് കിട്ടിയാൽ മതി. വിശപ്പദാഹം എന്നല്ലാതെ വേറൊരു വിചാരം ഇറക്കില്ല. ആ പ്രായത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ശരിയല്ലേ? അത് എന്നാ ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞു, ഇത്തിരി ബോധം വിവരമായി, കുറച്ച് കഥയൊക്കെ ആയി എന്നൊക്കെയുള്ള 4-5 വയസ്സായ കാലത്ത് അന്നുണ്ടോ ഈശ്വര വിചാരം? തോന്നുന്നു? അന്ന് തോന്നില്ല. അന്ന് എന്തേ ഉള്ളൂ? ബാലസ്താവൽ ക്രീഡാസക്ത. അന്ന് കളിക്കണം. അച്ഛനും ഉന്നയിച്ചു, സന്ധ്യാവന്തനം, ശൗചം, ദേവാരം, നമസ്കാരം ഇതൊക്കെ പഠിപ്പിച്ചു. എല്ലാം വേണ്ട മാതിരി പഠിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു വൈകുന്നേരമായപ്പോ ഉണ്ണിയെ കുളിച്ചു, അതൊക്കെ എന്റെ എടുത്തുണ്ടായി ഊക്കഴിച്ച് സന്ധ്യാവന്തനം കഴിക്കൂ എന്നും പറഞ്ഞു ഉണ്ണിയോട്. ഉണ്ണി പറഞ്ഞു അച്ഛനോട്, ഇന്നലെ കഴിച്ചതാണ് അച്ഛാ എന്നും പറഞ്ഞു. ഇന്നലെ കഴിച്ചണ്ടേ, ഇനിയിപ്പോ ഇന്ന് ആദ്യപ്പോ കഴിക്കണമെന്ന്. ശരിയല്ലേ ഇത്? എന്നാ ഊണ് കഴിക്കും ഉണ്ണി എന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് ഉണ്ടതാണ് അച്ഛൻ, ഇനിയിപ്പോ ഉണ്ണണോ എന്ന് ചോദിക്കില്ല. അപ്പൊ അന്നൊന്നും നമുക്ക് തോന്നില്ല. അത് എന്ത് തോന്നില്ല? അങ്ങനെയൊന്നും തോന്നില്ല. അതാണ് ബാലസ്താവൽ ക്രീഡാസക്തത. കളിക്കണം എന്നൊരൊറ്റ വിചാരമുള്ളൂ. പിന്നെ നമ്മൾ എന്ത് പറയുന്ന ഇനി കുട്ടിക്കാലം അങ്ങോട്ട് കഴിയട്ടെ, യുവാവാവട്ടെ. എന്ത് വാവ്? ഏത് വാവാണ്? കർത്തവാവല്ല. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ. കർത്തവാവ് വെളുത്തവാവ് ഒക്കെ നമ്മൾ കുറെ കണ്ടത്. യുവാവാണേ. കർത്തവാവിനേക്കാളും വെളുത്തവാവിനേക്കാളും അപകടമാണ് എന്താ? യുവാവാവുമ്പോ ഉണ്ടാവും അതിനൊക്കെ തോന്നുന്നു. അന്ന് ഒട്ടും തോന്നില്ല. അന്നാണെങ്കിലോ തരുണസ്താവൽ തരുണീ. അതത്രേ ഉള്ളൂ. അന്നൊന്നും ഈശ്വര വിചാരമൊന്നും ഉണ്ടാവില്ലേ. അന്ന് ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് കെട്ടി മറിഞ്ഞ് പണ്ടൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞപ്പം ഇങ്ങനെ കഴിച്ചുകൂടണേ. അപ്പൊ ഈ സുഹൃത്ത് ചോദിച്ചു, എടാ താൻ ഇപ്പം വിവാഹമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അപ്പം ഭാര്യ വീട്ടിൽ തന്നെയൊന്നും കേട്ടൂലോ, അതെന്താടാ അങ്ങനെ ചോദിച്ചു. ആരാ പറഞ്ഞത് എന്നോട്? എന്റെ അമ്മയെ പറഞ്ഞത് ഇപ്പൊ ഭാര്യ വീട്ടിൽ തന്നെയാണ്. ഞാൻ അമ്മ നോണ പറയാം. അങ്ങനെ പറയും.
ഞാൻ അങ്ങനെ ഭാര്യ വീട്ടിലൊന്നല്ലേ. എന്താ അങ്ങനെ ആളുകൾ പറയണതാവോ? ഞാൻ അങ്ങനെ ഒന്നും ഭാര്യ വീട്ടിലൊന്നുമല്ല. ഞാൻ ആകെ മാസത്തിൽ 2 തവണയെ ഭാര്യ വീട്ടിലേക്ക് പോവാറുള്ളൂ. ഒരു തവണ പോയാൽ 15 ദിവസം അവിടെ താമസിക്കും. ഇതിപ്പോ ഒരു കുറ്റ? അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല എന്നോ? അത് കുറച്ച് കണക്ക് പഠിച്ചാൽ മതി. ശരിയല്ലേ ഇത്? അപ്പൊ അമ്മ പറഞ്ഞതേ ശരി, ഇപ്പൊ ഇപ്പം പറഞ്ഞതേ ശരി ചോദിച്ചാൽ ഇപ്പൊ ആകെ കൂടി ഒരു ശരിയത്. അപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് പോകേണ്ട, അശ്ലീലാന്ന് മോശാനെന്നല്ല പറഞ്ഞത്. അന്ന് പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കഴിച്ചുകൂടും. അന്നും ഈശ്വര വിചാരം ചെയ്യാനൊന്നും തോന്നില്ല. സമയം ഉണ്ടെങ്കിലും തോന്നില്ല. സമയമൊക്കെ ഉണ്ടാവും, തോന്നില്ല. അപ്പൊ ഒരുട്ടൊക്കെ അങ്ങനെയായിട്ട് പോകും. പിന്നെ നമ്മൾക്ക് ഒരു പ്രതീക്ഷ എന്നാന്നറിയോ? 55 ആര് ചാവട്ടെ എന്ന്? ആരും ചാവണ കാര്യമില്ല. 55 ആവട്ടെ എന്ന്. ഇപ്പൊ 56 കണ്ടില്ലേ? 56 ആവട്ടെ അന്നാണല്ലോ ഒരു അതിർത്തിയാണത്. അത് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വല്ലാത്ത എന്തോ ഒരു സംഗതി. എന്ത് 56 കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? പണ്ടത്തെ മാതിരി വിവരക്കട കപ്പലും ഉണ്ടാവും ഇല്ലേ? പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. രാവിലെ കുളിച്ച് കൂപ്പായിട്ട് കൈ വീശി പോണ്ടാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പഴയ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവും, വിവരമൊക്കെ ഉണ്ടാവും ചെയ്യും അല്ലേ? അപ്പൊ അന്നൊരു അതിർത്തിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അന്നൊക്കെ സൂക്ഷിച്ചു വെക്കും. ആ കാലായാലോ വൃദ്ധസ്താവൽ പറയണ്ട. അന്നെന്താ ഉണ്ടാവണത്? വൃദ്ധസ്താവൽ ചിന്താസക്തത. അന്നൊരു കൂട്ടം ചിന്തകൾ, അത് ഇതും വേണ്ടാത്തതും വേണ്ടതൊക്കെ അല്ലാതെ ആലോചനയായിട്ട് നടക്കുക. അന്നിങ്ങനെ ഇനിയിപ്പോ എന്താണാവോ, ഇനിയിപ്പോ ഇതിനു മുമ്പ് ഇപ്പൊ എന്തായി? ഇങ്ങനത്തെ വേവലാതിയും ചിന്തയും വിചാരമായിട്ട് ആ കാലം കഴിഞ്ഞു പോവും. അങ്ങനെ പോയി ഒരു ദിവസം പാവം മരിച്ചും പോവും. അങ്ങനെ പോണേ ഈ ജീവന്റെ കഥയാണ് നമ്മുടെയൊക്കെ കഥ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഭാഗവതമൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ട് എന്ത് കിട്ടി? ഈ ഒരു രൂപം കിട്ടി, ഗർഭത്തിലെ ചിന്തയുടെ കഥ. എന്ത് ചെയ്യണം? ആ ജീവൻ പ്രാർത്ഥിച്ച മാതിരി തസ്മാദഹം വികത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ ഭൂയോ യഥാ വ്യസനമേതനേകരന്ധ്രം കാമേ ഭവിഷ്യതുപാസിത വിഷ്ണുപാദ. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ച് ഉറപ്പിച്ച് നല്ല വഴിക്ക് പോകണം. അപ്പൊ നമ്മളൊക്കെ ഈ ഗർഭത്തിലിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ചിന്തിച്ച കൂട്ടരാണേ. അതുകൊണ്ട് എന്താ വേണ്ടു വെച്ചാൽ നല്ലോണം മനസ്സിരുത്തണം. ആ ഒരു ബോധ്യം ഇപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ശാസ്ത്രം കൊണ്ടുണ്ടായി. ഉറപ്പിക്കുക, കളയാണ്ട നോക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പം അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു ഭഗവാൻ. കപില വാസുദേവൻ അമ്മോട് ചോദിച്ചു, അമ്മേ ഈ അമ്മയ്ക്ക് ഒരു സംശയമുണ്ട്, അമ്മയ്ക്ക് ഇനി എന്താ അറിയേണ്ടത് അമ്മേ ചോദിച്ചപ്പോ പറഞ്ഞു. ഈ ദേവഹൂതി ചോദിച്ചു ഭഗവാനോട്, ഈ കർമ്മമാർഗത്തിൽ കൂടി പോയാൽ എങ്ങനെയാ നേരെയാവുമോ? ഏത് മാർഗത്തിൽ കൂടി? ഇപ്പൊ യോഗമാർഗം, സാഖ്യമാർഗം, അതുപോലെ തന്നെ തത്വമാർഗം, പിന്നെ ഏതാണ് ഭക്തി മാർഗം, ധ്യാനമാർഗം, പലതരത്തിലുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഈ പറയണതായ കർമ്മയോഗത്തിന്റെ വഴി കൂടി പോയാൽ നേരെയാവോ, കർമ്മമാർഗത്തിൽ കൂടി പോയാലോ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് ഭഗവാൻ കപില വാസുദേവൻ പറഞ്ഞു കൊടുത്തു, അമ്മേ ഈ കർമ്മമാർഗത്തിൽ കൂടി പോവുക എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ പദവി, അതായത് ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗമാണ്. കർമ്മം കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്താണ്? സ്വർഗമാണ്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്വർഗത്തിലേക്ക് പോയാൽ എന്താ കഥ? സ്വർഗത്തിലേക്ക് പോയാൽ എന്താ ചോദിച്ചാല്, സ്വർഗത്തിലേക്ക് പോണതൊക്കെ നന്ന്, പക്ഷെ പോയാൽ എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുപോയ പുണ്യകർമ്മത്തിന്റെ കഥ തീർന്നാൽ നമ്മൾ തിരിച്ചവിടേക്ക് തന്നെ പോരണം. കൊണ്ടുപോയത് അവിടെ ചെന്ന് അനുഭവിക്കാം. അവനവന്റെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയത് അന്യദിക്കിൽ പോയിരുന്ന് അനുഭവിക്കണില്ലേ? തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരേടത്തിരുന്നിട്ട വിറ്റൂണെന്നോ പറയും കണക്കിന്. അവനവന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തു വിറ്റിട്ട്, പാത്രം അല്ലെങ്കിൽ ആഭരണോ എന്താ വെച്ചാൽ അത് വിറ്റിട്ട് ആ കാശ് കൊണ്ടുപോയി വേറെ ഒരിക്കലും പോയി സുഖമായിട്ട് ഊണ് കഴിക്കാതെ തീർന്നാലോ തിരിച്ചവിടേക്ക് തന്നെയാ പോരാണ്ടത്, അടുത്ത വീട്ടിക്കാ. നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കൊണ്ടുപോയി അനുഭവിച്ച് തീർന്നാൽ തിരിച്ചു വരും എവിടേക്കാ? അവനവന്റെ കുടുംബത്തേക്കല്ലേ വരുന്നത്. പിന്നെ അവിടെ വല്ലതുണ്ടെങ്കിൽ വിറ്റ് പെറുക്കി കൊണ്ടുപോയി അതി അനുഭവിച്ച് തീർത്ത് തിരിച്ചവിടേക്കാ വരുന്നത്. അവനവന്റെ കുടുംബത്തേക്ക് അടുത്ത വീട്ടിലേക്ക് ചെന്നാൽ കയറാൻ സമ്മതിക്കുമോ? അത്രയേ ഉള്ളൂ. അപ്പൊ അതാ പറഞ്ഞത്, അവനവന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് അന്യദിക്കിൽ ചെന്ന് അനുഭവിച്ച് തീർത്ത് പോരണ മാതിരിയാണ് ഇവിടുന്ന് ചെയ്യുക, അവിടെ ചെന്ന് അനുഭവിക്കുക. സ്വർഗം എന്തല്ല, കർമ്മലോക അവിടെ കർമ്മം ചെയ്യാനുള്ള അധികാരമില്ല, ഭോഗലോകാണത്. ഭോഗലോകം വെച്ചാൽ അനുഭവിക്കാനേ പറ്റുള്ളൂ. ഇവിടെ ചെയ്തത് അവിടെ പോയി അനുഭവിക്കാനേ പറ്റുള്ളൂ. അവിടെ ചെയ്തുണ്ടാക്കി അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യണതിന്റെ ഫലം അവിടെ ചെന്ന് അനുഭവിക്കുക, സൽക്കർമ്മങ്ങളുടെ. പക്ഷെ എന്താ വെച്ചാല് അത് അനുഭവിച്ച് തീർന്നാൽ പിന്നെ അവിടെ നിൽക്കാനും പറ്റില്ല. എങ്ങോട്ട് പോരണം? തിരിച്ചു പോരണം. അങ്ങനെയാണ്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി.
പുണ്യം തീർന്നാൽ ഇവിടേക്ക് എന്നെ പോരണം. ഇവിടേക്ക് അത്രയേ ഉള്ളൂ. കൊണ്ടുപോയത് തീർന്നാൽ അങ്ങോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ആത്യന്തികമായ ഒരു പ്രാപ്യസ്ഥാനമായിട്ട് നമ്മുടെ ഇടയിൽ പറയാറില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ഇടത്താവളം എന്നൊക്കെ പറയില്ലേ. എന്താ ഇടത്താവളം എന്ന് പറഞ്ഞാല്? ഇടത്താവളം എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ ദിക്കിലും ഇപ്പൊ ഇടത്താവളങ്ങളാണേ. ഇതിന്റെ ശബരിമല ഇടത്താവളം, ശബരിമല ഇടത്താവളം എന്ന് വെച്ചാൽ അർത്ഥം. ശബരിമല എന്ന് പറഞ്ഞ പുണ്യസ്ഥാനത്തേക്ക് ദൂരേന്ന് ആളുകൾ വരും. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മംഗലാപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ ഭക്തന്മാരിങ്ങനെ വരും. അപ്പൊ അവരെ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ചിലപ്പോൾ ഇവിടെ എത്തിയെന്നൊന്നും വരില്ല. അപ്പൊ അവരിങ്ങനെ വരണ വഴിക്ക് അവർക്കൊന്ന് വിശ്രമിക്കാനും ലേശം ആഹാരം കഴിക്കാനും ഒന്ന് കുളിക്കാനും ജപിക്കാനും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വേണ്ടേ. അതിനൊക്കെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാനും ഒക്കെ കഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വല്ല സജ്ജനങ്ങളുടെ സ്ഥാനങ്ങളിലോ ഒക്കെ അവരെന്ത് ചെയ്യും? ചില സ്ഥാനങ്ങൾ ഏർപ്പാടാക്കും. അവർക്ക് ഇത്തിരി കിടക്കാൻ പുല്ലുപായകള്, ഊണ് കഴിക്കാൻ ആഹാരം, 3 നേരത്തേക്കൊക്കെ 4 നേരത്തേക്ക് എത്ര വെച്ചാൽ അവനവന്റെ പ്രാർത്ഥിക്ക് അനുസരിച്ച് ആഹാരം, ഉറങ്ങാൻ കുളിക്കാനുള്ള സൗകര്യം, അവർക്ക് വേണ്ട ക്രിയകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർ കുറച്ചു നേരം വിശ്രമിക്കും, വീണ്ടും പോവും. ഇടത്താവളത്തിൽ വന്ന് താമസിക്കുന്ന സ്വാമിമാരെങ്കിലും ഉണ്ടോ? അവിടെ താമസിക്കൊന്നുമില്ല. ഒരു ദിവസം നിന്ന് പിറ്റേന്നാള് പോകും, ഇല്ലെങ്കിൽ 1-2 ദിവസം നിന്ന് പിറ്റേന്നാള് പോകും. അല്ലാതെ നിന്ന് തരക്കേടില്ല, ഇവിടെ നിന്ന് ഞാൻ ഇവിടെ താമസിക്കുക, ശബരിമലയ്ക്കില്ല എന്നൊന്നും ആരും പറയില്ല. പറയുമോ? എന്താ കാരണം? ഇടത്താവളാണതേ. എന്താണ് ഇടത്താവളച്ചെന്താ അർത്ഥം? ഇടയില് ഇത്തിരി നേരം വിശ്രമിച്ച് തന്റെ ലക്ഷ്യത്തിലേക്ക് ക്ഷീണം തീർത്ത് പോവാൻ വേണ്ടതായ ഒരു ഇടവിശ്രമ കേന്ദ്രം എന്ന് മാത്രമേ. ഈ സ്വർഗമൊക്കെ അങ്ങനെയാണേ. സ്വർഗം എന്നൊന്നും പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. കൊണ്ടുപോയത് തീർന്നാൽ അങ്ങോട്ട് പോരണേ. ഈ നമ്മുടെ മൊബൈൽ ഫോണില് കാശ് നിറക്കണ മാതിരിയാ. തീർന്നാ പിന്നെ വിളിച്ചാലും കേൾക്കില്ല, ഇങ്ങോട്ട് വിളിച്ചാലും കേൾക്കില്ല. അങ്ങനെയല്ലേ? കുറച്ച പണത്തിന് നിറച്ചാ പിന്നെ അത് തീർന്നാ പിന്നെ ആദ്യം പിന്നെയും വേണ്ടേ. അതുപോലെയാണ് ഇവിടുന്ന് ചെയ്തത് തീർന്നാ പിന്നെ അത് വിളിച്ചാലും മുൻകാരും കേൾക്കില്ല. അതുപോലെ സ്വർഗം. അതുകൊണ്ട് സ്വർഗത്തേക്കൊന്നും പോകാനും നമ്മൾ ഉത്സാഹിക്കാറില്ല. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാനാണ് നമ്മുടെ ഇടയില് പതിവ്. അപ്പൊ അതുകൊണ്ട് സ്വർഗം ഒരു പ്രാപ്യസ്ഥാനമല്ല. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കോ, നമ്മുടെ നാട്ടിൽ വിവരമുള്ളവരുണ്ട്, ലെവലേശം വിവരം ഇല്ല എന്നൊക്കെ നമ്മൾ പറയണ അങ്ങനത്തെ ആൾക്കാർ പോലും അമ്പലത്തിലൊക്കെ വരുമ്പോൾ എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവര് പോലും ഒന്നും അറിയാത്തവര് പോലും അമ്പലത്തിലൊന്നും വന്നിട്ട് എന്ത് പറയുന്നത് കേട്ടിട്ടില്ല. പലതും പറഞ്ഞു, ഉണ്ണി ഉണ്ടാവണേ, ഉദ്യോഗം ഉണ്ടാവണേ, കല്യാണം ഉണ്ടാവണേ, കല്യാണം ഉണ്ടായത് ഇല്ലാണ്ടേ ആവണേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന അതുകൊണ്ട് എല്ലാം ഉണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തേക്ക് പോകാനുള്ള യോഗം ഉണ്ടാവണേ എന്നൊന്നും പ്രാർത്ഥിക്കുന്നത് ഒരു വിവരവും ഇല്ലാത്തവര് പോലും അതൊന്നും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ഇടയിലെ ആൾക്കാർക്ക് ഒരു വിവരവും ഇല്ലെങ്കിലും ചില വിവരമൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു വിവരവും ഇല്ലാത്തവനും ചില വിവരമൊക്കെ ഉണ്ട്. അതെന്താ കാരണം? അതിപ്പോ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ വിവരമാണ്. ആ വിവരത്തിന്റെ ഭാഗം ആരും അങ്ങനെ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, സ്വർഗം ഒരു പ്രാപ്യസ്ഥാനം. അത് പിന്നെ എന്താ വെച്ചാൽ സ്വർഗത്തിന്റെ ഒരു പരികല്പന എന്താണെന്നാണെങ്കിൽ, ഈ ഭൂമിയിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് മതിയാവാത്തവന് എന്താണ്, ഈ ഭൂമിയിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് മതിയാവാത്തവന് കണക്കാക്കിയ ഒരു സ്ഥാനമാണ് എന്ത്? സ്വർഗം. അപ്പൊ ഇവിടെ നമ്മള് മോര് കൂട്ടി ഉണ്ണും ഇല്ലേ? മോര് കൂട്ടി ഉണ്ണെന്നല്ലേ പറയാ. ഊണ് കഴിക്കുമ്പോൾ മോര് കൂട്ടി ഊണ് കഴിക്കും, മതി, നമുക്ക് സന്തോഷമായി. ഊണ് കഴിക്കും. നമ്മൾ ചോദിക്കും, മോര് കൂട്ടി ഉണ്ണും ചെയ്യും, മോരില്ലെങ്കിലും ഇതൊരു പറയാനൊരു മടി, ശരിയല്ലേ? അത് പണ്ട് ചോദിച്ചു, അമ്മൂട്ടിയമ്മേ മോരുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു മോരില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോയിന്ന് കുട്ടി പറഞ്ഞു, ശരിയാ, നന്നായി, എനിക്ക് മോരിന്റെ ചൂര് ഇഷ്ടമല്ല, എന്നാ അവിടെ തന്നെ ഊണ് കഴിക്കാന്ന് പറഞ്ഞു. മോരുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ലേശം മോര് കൂട്ടി ഉണ്ട, ഞാൻ അങ്ങോട്ട് വരികയായി. നെയ്യമ്മയ്ക്ക് അറിയാൻ എന്റെ സ്വഭാവേ. അപ്പൊ അമ്മ പറഞ്ഞു മോരില്ല എന്ന് പറഞ്ഞു. അവൻ വരില്ലല്ലോ വെച്ചിട്ടാ പറഞ്ഞു. ഇവൻ എന്ത് പറഞ്ഞു? നന്നായിക്ക് മോരിന്റെ ചൂര് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇവൻ ആദ്യം അങ്ങനെ പോയി. ഇപ്പൊ മോര് കിട്ടിയാലും ഉണ്ണും, ഇല്ലെങ്കിലും ഉണ്ട്. അത് നമ്മൾ തീരുമാനിച്ചതാ എന്ത് ഉണ്ണാൻ എന്ന് പറയും പോലെയാണ്. ഇപ്പൊ നമുക്കിപ്പോ അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പൊ ഭൂമിയിലാണെങ്കിൽ നമുക്ക് മോര് കൂട്ടി ഉണ്ടാലും മതി. സ്വർഗത്തിൽ പോയാൽ അവിടെ എങ്ങനെയാണെന്നറിയോ? അവിടെ അമൃത അത്ര ഉണ്ണാനേ. നമ്മൾ ആരെങ്കിലും ഊണ് കഴിക്കുമ്പോൾ ചോദിച്ചത് അമൃതം ലേശം വിളമ്പിക്കോളോ, നമ്മളാരെയും പറഞ്ഞു? നമ്മൾ അമൃത് പോയിട്ട് മോരെന്നെ ചോദിച്ചിട്ടില്ല. ശരിയല്ലേ? ഇത് എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമുക്കിതുകൊണ്ട് തൃപ്തിയാണേ. ഇവിടെ എവിടെ മോരുണ്ട് ചാലില്ല, നമുക്കത് തൃപ്തി കുറവൊന്നുമില്ല. ലേശം ഊണ് കഴിക്കണം, അത്രയേ ഉള്ളൂ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മളെ നേരെ ആകുമ്പോൾ ലേശം ഊണ് കഴിക്കും, അത്രയില്ലല്ലോ. അപ്പൊ ഈ ഇത്രയ്ക്ക് പോരാ, ഇതിലേറെ ഇങ്ങനെ സുഖഭോഗങ്ങൾ ഉണ്ടാവണമെന്ന് മോഹിച്ച് നടക്കണവർക്കുള്ള സ്ഥലമാണ് എന്താ
ഈ സ്വർഗത്തിൽ പിന്നെ എന്താണെന്ന് അറിയാം, ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പോയിട്ടില്ല അവിടെ, അതുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പോയവരെ അവിടെ ഇപ്പൊ ഈ സ്വർഗത്തില് തേനാണ് അത്ര പുഴയിൽ കൂടി പോകുന്നത്. അത് കേട്ടപ്പോഴേ നമുക്ക് തോന്നി അങ്ങോട്ട് പോണ്ടാ. കാരണം ആ പുല്ലുപായയിൽ ഒരു തുള്ളി തേൻ വീണതുകൊണ്ടാണ്, ചൊറിഞ്ഞിട്ട് വയ്യ, ഉറുമ്പ് കയറിയിട്ടേ. അപ്പൊ അവിടെ പുഴയിലൊക്കെ തേനാച്ചാൽ ഈ ജാതി ഉറുമ്പ് എത്രയുണ്ടാവും? അല്ലേ ആ പറ്റ ജാതി ഉറുമ്പ്. അപ്പൊ വല്ലാത്ത ശല്യമാവും അത്. അപ്പൊ അത് ഇവിടെ തന്നെയാ ഭേദം അത്രയ്ക്ക്. പിന്നെ അത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവണില്ലേ? ഭോഗവാസനയുടെ ഒരു പരമാവധിയാണ് എന്ത് സ്വർഗം എന്ന് പറയുന്നത്. പറയുമ്പോ അവിടെ ചെല്ലുമ്പം എന്താ അപ്സരസുകൾ ഉണ്ടാവും, ഉർവശി, മേനക, രംഭ, തിലോത്തമ, പിന്നെ അനിയത്തിമാരെ, എടുത്തിമാരെ, അച്ചോളുടെ മക്കളെല്ലാവരും ഉണ്ടാവും. അവരൊക്കെ ഉണ്ടാവും. പിന്നെ ദേവന്മാര്, ദേവേന്ദ്രാദി ദേവന്മാര്, അശ്വിനി കുമാരന്മാര്, ഇവരൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ ആൾക്കാര് അപ്സരസുകളൊന്നും അല്ല എന്നുള്ള മുട്ടിയമ്മ, ചുട്ടിയമ്മ, കല്യാണിയമ്മ, നാണിയമ്മ, നാരായണമ്മ, മാളമ്മട്ടിയമ്മ, മാധവിയമ്മ, സരോജിനിയമ്മ, കമലാക്ഷിയമ്മ, എല്ലാവരും അവരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ. അതുപോലെ ദേവന്മാരല്ലെങ്കിൽ സാധാരണക്കാർ എത്ര പേര് പുരുഷന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒന്നാ ഇവിടെ ഒരു ഇതൊക്കെ കൊണ്ടും കൊടുത്തും വാങ്ങിയ സ്നേഹം സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടിപ്പോണ്ട്. അല്ലലും കഷ്ടമൊന്നും ആർക്കും ഇല്ല. ശരിയല്ലേ? അത് അത്രയേ ഉള്ളൂ. പിന്നെ എന്താ ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനുഷ്യന്മാര് സാധാരണയായിട്ട് കുറേശ്ശെ സുഖവും കുറേശ്ശെ ദുഃഖമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ. പക്ഷെ കുറേശ്ശെ സുഖവും സന്തോഷവും വിഷമൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ അത് ഓരോ കാലത്ത് കുറേശ്ശെ അങ്ങനെയൊക്കെ ഉണ്ടാവും. വയ്യായി ഉണ്ടാവും, വയ്യായി മാറും, അങ്ങനെയുണ്ട്. ജലദോഷം വരും, മൂക്കടയും, പിന്നെ മൂക്ക് തുറക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ണടയും, കണ്ണ് തുറക്കും, വയ്യാണ്ടിയാവും, പിന്നെ വയ്ക്കും, നടക്കും. ശരിയല്ലേ? ഇത് അതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. സുഖം ദുഃഖം മാറി മറിഞ്ഞും ജീവിതം അങ്ങനെയാണ്. നമുക്കാർക്ക് അതിൽ ആക്ഷേപമൊന്നുമില്ല. അതൊക്കെ ശീലിച്ചതുകൊണ്ട്. ഇതൊക്കെ നമുക്ക് ശീലല്ലേ, ലോകത്തിലൊക്കെ ശീലമായി നമ്മൾ പരിശീലിച്ചതുകൊണ്ട്. പക്ഷെ അത്രയ്ക്കല്ല. അവിടെ ആവുമ്പം കുറച്ച് കേമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശാസ്ത്രത്തിൽ പറയും, ഇവിടെ ഉള്ളതിൻ്റെയൊക്കെ ഒരു കൂടിയ ജാതിയാണ് ഇവിടെ. ഇവിടെ ഇപ്പൊ സാധാരണ മട്ടാണെങ്കിൽ അവിടെ കുറച്ച് കൂടിയ ജാതി. അതായത് ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ പറയില്ല ഈ എക്സ്പോർട്ടിങ് ക്വാളിറ്റി. നമ്മൾ കുമ്പളങ്ങ നട്ടു പണ്ട് പാടത്തെ. കുമ്പളങ്ങ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടേക്ക് കുമ്പളങ്ങ തന്നെയല്ലേ പറയുന്നത്. ഭാഗ്യം. അതാണ്. ആ കുമ്പളങ്ങ നട്ടു, കുറെ അധികം ഉണ്ടായി, ധാരാളം കായുണ്ടായി. ഇതൊക്കെ പൊട്ടിച്ചു. ഇതൊക്കെ പാകായിട്ട് ഇങ്ങനെ നല്ലോണം പാകാവൂലോ. പാകാവുന്ന കാലത്തൊക്കെ പൊട്ടിച്ചിട്ട് പാടത്തെ അവിടെ കൂട്ടി വെച്ചിരിക്കുക. നല്ലോണം കൂട്ടി നല്ല സുന്ദരൻ കുമ്പളങ്ങയൊക്കെ ഉണ്ടാവില്ല. നല്ല ഇങ്ങനെ ഒരേ ജാതി സുന്ദരന്മാരായ കുമ്പളങ്ങയൊക്കെ പൊട്ടിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് കയറ്റി അയക്കാൻ, സായിപ്പിന് കുമ്പളങ്ങ കാളുണ്ടാക്കാൻ അങ്ങോട്ട് കൊടുത്തയക്കാനാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ആ മറ്റേ ജാതിയൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. കണ്ടിട്ടില്ലേ അത്? മനസ്സിലായില്ലേ? ചിലതൊക്കെ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് കണ്ടാൽ പേടിയാവും. പിന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അത്ര പേടിയാവില്ല. ഒറ്റയ്ക്കൊന്നും കാണുമ്പോൾ അടുക്കളയൊക്കെ നുറുക്കി കൊണ്ടുപോയാൽ മതി. ഇങ്ങനെയൊക്കെ നിൽക്കണുണ്ടല്ലേ, അതൊക്കെ നമ്മൾ കണ്ണി പൊട്ടിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചു, അടുക്കളയ്ക്ക് കൊടുത്തയച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ നിൽക്കണം. അതിനൊക്കെ നല്ലോണം നുറുക്കി ചെത്തി തോലും അതിന്റെ ആ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഉരുളിയിൽ നുറുക്കിയിട്ടു. സുന്ദരനെ നുറുക്കിയപ്പോഴും ഈ പിശാചിനെ നുറുക്കിയപ്പോഴൊക്കെ ഒരേ മാതിരി തന്നെയുണ്ട്. നുറുക്കി ഉരുളിയിലിട്ടപ്പോ ഒരേപോലെ തന്നെയല്ലേ? എന്നുവെച്ചെന്താ അർത്ഥം? അത്രേ വ്യത്യാസമുള്ളൂ. ഒന്ന് ഇങ്ങനെയൊക്കെ ആയത്, മറ്റേത് എക്സ്പോർട്ടിങ് ക്വാളിറ്റി. ഇതാണ് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടു കൂട്ടർക്കും കാലം തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ ഏതാണ്ട് ആ ഉദാഹരണം കൊണ്ട് ആശയം മനസ്സിലായില്ലേ? ഇത് ഇവിടെ ഉള്ളതിന്റെ ജാതിയൊക്കെ തന്നെ അവിടെ ഉള്ളത്, അല്ലാതെ അവിടെ ഒരു വിശേഷാലൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അപ്പോ ഈ സുഖഭോഗ ഭാവങ്ങളുടെ ഒരു വലിയ ഭാവം സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, ഇവിടെ തികയാത്തവനുള്ള ഒരു ആർത്തി തീർക്കാനുള്ള സ്ഥലം കൂട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മളാരും അങ്ങോട്ട് പോകാൻ കൂട്ടാണ്. നമ്മളെപ്പോഴും എന്താ പറയുന്നത്? തൃപ്പാദം ചേരണേ ഭഗവാനെ എന്ന് വെച്ചാൽ സ്വർഗം അല്ല, ഭഗവാന്റെ പാദത്തിൽ ചേർന്ന് മോക്ഷം ഉണ്ടാവണേന്നാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗം അങ്ങനെ കാരണം. അതുകൊണ്ട് സ്വർഗത്തേക്ക് പോകാനൊന്നും ഉത്സാഹിക്കേണ്ട. അവിടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ പോരും വേണമെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞിടത്തിൽ ചോദിച്ചു, അമ്മയ്ക്ക് ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പൊ അമ്മ പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നും കേൾക്കാനൊന്നുമില്ല. അപ്പൊ അമ്മ എന്നൊരു കാര്യം അനുസരിച്ചുകൊള്ളു. എന്ത് ചെയ്യണം? ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് തസ്മാൽ ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയയാ ഭക്തിയാ ഭജനീയ പദാംബുജം. നമ്മ എന്ത് ചെയ്യൂ? തസ്മാൽ ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം. അതുകൊണ്ട് സർവാത്മന എന്ത് ചെയ്യുക? പരമേഷ്ഠിയായ ഭഗവാനെ നല്ലോണം ഭജിച്ചോളൂ. ഗുണാശ്രയയാ ഭക്തിയാ, ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിച്ച് ഭക്തിയോട് കൂടിയിട്ട് ഭജനീയ പദാംബുജം, ഭജിക്കേണ്ടത് ആ പാദത്തെയാണ്. ഭഗവാനെ ഭജിച്ചാൽ എന്താ മഹിമ? അതല്ലേ പ്രത്യേകത. അത് പറഞ്ഞു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം.
അതാണ് അതിന്റെ പ്രത്യേകത. എന്താ വേണ്ടത്? ഭഗവാന്റെ തൃപ്പാദത്തില് വാസുദേവേ ഭഗവതി, ആ വാസുദേവ ഭഗവാന്റെ തൃപ്പാദത്തില് ഭക്തിയോഗ പ്രയോജിത, ഭക്തിയോഗം അങ്ങോട്ട് വന്നുറച്ചാൽ പിന്നെ എന്താ ഉണ്ടാവേണ്ടത്? അതുകൊണ്ട് ജനയത്യാശു വൈരാഗ്യം, ഈ ലോകത്തിലെ ഈ ആർത്തിയൊക്കെ അങ്ങോട്ട് തീർന്നു കിട്ടും. ആർത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് കിട്ടിയാലും മതിയാവില്ല, ഇത് കിട്ടിയാലും മതിയാവില്ല, അങ്ങനെയുള്ള ഒരു കണ്ടതിനോടൊക്കെ ഒരു അത്യാസക്തി ഉണ്ടാവില്ല. അതൊക്കെ പോയി ഈശ്വരഭാവത്തേക്ക് അങ്ങോട്ട് ചെന്ന് ചേരും, മനസ്സങ്ങോട്ട് ശാന്താവും. അതാണ്ടാവുക. അപ്പോഴോ ജ്ഞാനം യത് ബ്രഹ്മദർശനം, അപ്പോഴാണ് ശരിയായ ഈശ്വര ദർശനം നമ്മൾക്ക് ഉണ്ടാവുക. ഇതാണ് അമ്മയെ വേണ്ടത്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ ചോദിച്ചു. മനസ്സിലായി. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനിയിപ്പോ ഒന്നും വേണ്ട. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അത് എന്ത് ചെയ്യരുത്? നെയ്തൽ ത്വയാ, എന്ത് ചെയ്യണം? അത് നെയ്തൽ ഖലായോപദിശേൽന്ന അവിനീതായ ഗരിഹിച്ചിൽ, ഇത് ദുഷ്ടന്മാർക്കൊന്നും ഉപദേശിച്ചു കൊടുക്കരുത്. ഈ ദുഷ്ടന്മാരായ സമ്പ്രദായമില്ലാത്തവർക്കൊന്നും അമ്മയ്ക്ക് ഞാൻ തന്ന വിദ്യ പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ എന്ത് ചെയ്യരുത്? അവിനീതായ, വിനയമില്ലാത്തവർക്കും കൊടുക്കരുത്. നമ്മൾ ഏത് വിദ്യ കൊടുക്കുമ്പോഴും ആർക്കേ കൊടുക്കാവൂ? വിനയുള്ളവർക്കേ കൊടുക്കാവൂ. അല്ലാത്തവന് കൊടുത്താൽ എന്താ ഉണ്ടോ? കൊടുത്തവന്റെ കാര്യം കഷ്ട. എന്താ അത് ഇങ്ങോട്ട് തിരിച്ചെടുക്കേ. വിനയം നല്ലോണം ഉണ്ടാവണം. വിദ്യ വാങ്ങാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനമായ ഗുണമാണ് വിനയം എന്ന് പറയുന്നത്. അത് ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കേ കൊടുക്കുക. സ്തബ്ധായ, അന്തല്ലാത്തവന് കൊടുക്കരുത്. ഭിന്നായ, ദ്വന്ദ്ബുദ്ധിക്കാരനും കൊടുക്കരുത്. നൈവ ധർമ്മധ്വജായ ച, ധർമ്മധ്വജനും കൊടുക്കരുത്. ധർമ്മധ്വജിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൊങ്ങച്ചം കാണിക്കല്. ഈ പൊങ്ങച്ചം കാണിക്കുക എന്ന് പറഞ്ഞാൽ, ധർമ്മധ്വജത്വം എന്ന് പറഞ്ഞാലേ ഇല്ല, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ചെയ്യുന്ന കാണിച്ചൂട്ടലിന്റെ പേരാണ് എന്ത്? മനസ്സിലാവുണ്ടോ? ധർമ്മം അല്ല, ധർമ്മധ്വജം. ധ്വജം എന്താ? ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് കൊടിയും പിടിച്ച് നടക്കന്നെ. വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണല്ലോ ഈ കാണിച്ചൂട്ടൽ. അങ്ങനത്തെ കാണിച്ചൂട്ടൽ അവർക്കും കൊടുക്കരുത്. നേരിയ വിദ്യ. പിന്നെ ലോലുപായ, ലോലുപൻ, ഈ സുഖലോലുപന്മാരായിട്ട് ആസക്തന്മാർ, അവർക്കും കൊടുക്കരുത്. ഉപദേശേത് ഗൃഹാരൂഢചേതസേ, ഗൃഹാരൂഢചേതസ്, ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഉണ്ണിയും പിന്നെ ഞങ്ങളുടെ തട്ടാനിങ്ങനെ പറ്റില്ല, ഭാര്യ വണങ്ങി പോകും. ഉണ്ടല്ലേ? അത് മനസ്സിലാവില്ല. അതാണ് ഗൃഹാരൂഢ. ഞാൻ ഈ മതിലിന്റെ ഉള്ളിക്ക് വേറെ ഒന്നും പാടില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലോകത്തിൽ വേറെ ഒരു ലോകമായിട്ട്. അത്രക്കാരില്ല അത്യാസക്തന്മാര്, അവർക്കൊക്കെ ഭാഗവതം കൊടുത്ത ഒരു കഥയുണ്ടാവില്ല. അതാണ് ഗൃഹാരൂഢചേതസേ അഭക്തതായ, ഭക്തി ഇല്ലാത്തവന് കൊടുക്കരുത്. നോക്കൂ, പിന്നെന്താണ്? അഭക്തതായ ച മേ ജാതോ നോക്കോ ഭക്തദ്വേഷാമപി, ഭഗവാന്റെ ഭക്തന്മാരെ വിദ്വേഷിക്കണവർക്കും ഒന്നും കൊടുക്കരുത്. ഭക്തദ്വേഷികള്, ഭക്തന്മാരെ നിന്ദിക്കണവർക്കും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ആർക്കാ കൊടുക്കേണ്ടത്? അതല്ലേ പറയുന്നത്. ശ്രദ്ധാനായ ഭക്തതായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാത വിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചയേ യസ്യാഹം പ്രേയസാം പ്രിയ. ഇവർക്കൊക്കെ ഈ ഭാഗവത തത്വാർത്ഥം പറഞ്ഞു കൊടുക്കാവൂ. ആർക്കൊക്കെ? ശ്രദ്ധാനായ, ശ്രദ്ധയുള്ളവർക്ക്, ഭക്തതായ, ഭക്തിയുള്ളവർക്ക്, വിനീതായ, വിനയുള്ളവർക്ക്, അനസൂയവേ, അസൂയ ഇല്ലാത്തവർക്ക്. അസൂയച്ചെന്താ? അസൂയച്ചെന്താ? അസൂയ എന്താന്നൊക്കെ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കാണിച്ചു തരാം എന്താണ് അസൂയ. എന്താന്ന് നിശ്ചയില്ലാത്തവരൊന്നും ഭൂമിയിൽ ആരും ഉണ്ടാവില്ല, ഇല്ലേ? അതൊക്കെ നമുക്ക് നിശ്ചയുണ്ട്. പക്ഷെ ഇത് എന്താ സാധനം പറയാൻ പറ്റുണ്ടോ? ഇല്ലല്ലേ? എന്നാ പറഞ്ഞുതരാം. അതിനെ പറയാന്ന്. അസൂയച്ച എന്താണെന്നറിയൂ? അസൂയയുടെ ലക്ഷണം കേട്ടോളൂ. ഗുണേഷു ദോഷാവിഷ്കാര അസൂയ. ഇതാണ് അസൂയയുടെ ലക്ഷണം. ഗുണങ്ങൾ കാണുമ്പം അതിൽ ദോഷം പറയാനുള്ള തോന്നലിന്റെ പേരാണ് എന്ത്? അസൂയ. ഇപ്പൊ പറഞ്ഞു അദ്ദേഹം മഹാകേമന. എന്തല്ലേ കേമത്തം, നമുക്കത് ഇഷ്ടായില്ല. നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം കള്ള് ഷാപ്പിൽ കണ്ടതാണ്. കണ്ടാലും കണ്ടില്ലാച്ചാലും അങ്ങനെ പറയാൻ തോന്നിച്ചാലും പറഞ്ഞാലും അസൂയ തന്നെയാണ്. അപ്പൊ ചിലത് കാണുമ്പോൾ അങ്ങനെ ഉണ്ടല്ലേ അസൂയ എന്നത്. അസൂയ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ എത്ര കണ്ടതാ നമ്മളല്ലേ അസൂയ, ഒന്നും പറയണ്ട. അതാണ്. അപ്പുറത്ത്, നമ്മുടെ തൊട്ടപ്പുറത്തെ ഏതോ ഒരു കൂട്ടര് വീടൊക്കെ വെച്ച് പണിയുണ്ട്. നല്ല നമ്മുടെ ഇത് പഴയ മാളികയാണ്. അത് അവിടെ കോൺക്രീറ്റിന്റെ ഇതങ്ങനെ പണിയുക. അവൻ വെച്ചു, നമുക്കത് പണ്ടേ ഇഷ്ടമല്ല. ചുണ്ട് പല്ലൊക്കെ കടിക്കുന്നത് കണ്ടാൽ തന്നെ മാളിക വീഴുന്ന സംശയമാണ്. ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് തോന്നുന്നു, തിരുമേനി ഇതാരവിടെ നല്ലൊരു ഭംഗിയുള്ള വീടുണ്ടാക്കുന്നത്? എന്താ ഭംഗി, കള്ളനാന്നാ തോന്നണേ. കേട്ടോ, ആകാശമുള്ളത് പാവ, അയാള് പണിക്ക് പോയ കാശ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം കള്ളനായതുകൊണ്ടല്ല നമുക്ക് എന്ത് സഹിക്കുന്നില്ല.
അർത്ഥം ഇതൊക്കെ തന്നെ അസൂയ. ഇതൊക്കെ ഇനി എന്ത് പറയാനാണ്? നമ്മുടെ നാട്ടിൽ മരുന്നില്ലാത്ത 2 ദണ്ണായിരുന്നു, രണ്ടാമത്തെ മരുന്നായി. ഏതാ മരുന്നില്ലാത്ത 2 ദണ്ണം? രണ്ടാമത്തേന് മരുന്നായി. ആര് കഷണ്ടിക്കാർ പാരാനുള്ളത്? ഒക്കെ പനംകൊല പോലെയാണ്, ആണായാലും പെണ്ണായാലും. അസൂയക്ക് ഇപ്പോഴും, അസൂയക്കും കഷണ്ടിക്കും അത് ഇവിടെ ഇനി അങ്ങനത്തെ കോപ്പി എഴുതിയിട്ടില്ലല്ലേ. അപ്പൊ അതാണ് ശ്രദ്ധാനായ ഭക്തനായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ. സകല ജീവജാലങ്ങളോടും സ്നേഹമായിട്ടിരിക്കണം. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ചില മഹാത്മാക്കളെ, അവർക്കൊക്കെ ഭാഗവതം കൊടുക്കണം. വലിയ കേമാവുന്നല്ല, അങ്ങനെയുണ്ട്. പിന്നെയോ ശുശ്രൂഷാഭിരതായ ച. ശുശ്രൂഷാഭിരത എന്ന് പറഞ്ഞ്, ശുശ്രൂഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയോ? കേൾക്കാനുള്ള മോഹം. കേൾക്കാൻ മോഹമുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, വല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. കേൾക്കാൻ മോഹല്യ, അതാണ് നമ്മൾ പറയാറില്ലേ, കേൾക്കാൻ മോഹല്യാത്തവർക്ക് കൊടുക്കരുത് എന്ന്. അശുശ്രൂഷ, അശുശ്രൂഷ, ശുശ്രൂഷ ഇല്ലാത്തവർക്ക്, കേൾക്കാൻ മോഹല്യാത്തവർക്ക് കൊടുക്കരുത്. ബഹിർജാത വിരാഗായ. ബഹിർജാത വിരാഗന്മാരെ ചെന്നർത്ഥം ഈ ബാഹ്യ വിഷയങ്ങളോടൊക്കെ ആർത്തി ഇല്ലാത്തവര്, പുറത്ത് കാണുന്ന ഓരോ ജാതി സമ്പ്രദായങ്ങളോടും അത്യാർത്തി ഇല്ലാത്തവർക്ക് കൊടുക്കാം. ശാന്തചിത്തായ, നല്ല ശാന്തമായ മനസ്സുള്ളവർക്ക് കൊടുക്കാം. അവർക്കൊക്കെ ദീയതാം കൊടുത്തോളൂ. പിന്നെ ആർക്കും കൂടി ആവാം, നിർമ്മത്സരായ, മാത്സര്യ ബുദ്ധി ഇല്ലാത്തവർക്കും കൊടുക്കാം. ശുചയേ, ശുദ്ധിയുള്ളവർക്ക് ആവാം. യസ്യാഹം പ്രയസാം പ്രിയ. ഇവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാ. ഇവരൊക്കെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഭഗവാന്റെ പ്രിയപ്പെട്ട, അവർക്കൊക്കെ കൊടുക്കാം, അല്ലാത്തവർക്കൊന്നും കൊടുക്കരുത്. അമ്മേ മനസ്സിലായില്ല? അതായത് എന്ത് വിദ്യ നമ്മൾ ആർക്കും ഉപദേശിച്ചു കൊടുത്താലും ഈ വിദ്യ പിന്നെ ആർക്കൊക്കെ കൊടുക്കാം എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. നമ്മളൊരാൾക്കൊരു വിദ്യ പറഞ്ഞു കൊടുക്കുമ്പം ഇതിനി ഇയാൾ ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെ ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളൊരു യോഗ്യതയും കൂടി പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചോ, ആളും തരും നോക്കാണ്ട് പറഞ്ഞു കൊടുത്തുമ്പോൾ കഥയില്ലേണ്ടായിട്ട് അതെന്താവും, അതിൻ്റെയൊക്കെ ഒരു നിലയും നിലവാരവും ഇല്ലാണ്ടാവും. എപ്പോഴും വിദ്യയ്ക്ക് ഒരു നിലയും നിലവാരവും ഉണ്ടാവണമെങ്കിൽ അതിനോടൊരു ബഹുമാനവും ഭക്തിയും ഭാവവും ഒക്കെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ കഷ്ടാണേ. അപ്പൊ ചോദിച്ചിട്ട് എന്താ വേണ്ടത്? ഈ ദേവഹൂതിയമ്മ സന്തോഷമായിട്ട് ഭഗവാൻ കപിലവാസുദേവ അദ്ദേഹത്തിന്റെ തൃപ്പാദത്തിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭാഗ്യായി. എന്താ കാരണം? എന്താല്ലേ ഇപ്പൊ ആരപ്പം തന്റെ മുമ്പിൽ നിൽക്കുന്നത്? ആരപ്പം പുത്രരൂപത്തിൽ വന്നിരിക്കുന്നത് ഭഗവാനാണേ. ആ ഭഗവാനെ തൊഴുതു, സന്തോഷം കൊണ്ട് വയ്യ. എന്താ കാരണം? എന്തൊരു വലിയ സൗഭാഗ്യം അപ്പൊ തനിക്കുണ്ടായത്. നിനക്ക് ഉണ്ടാവുമോ അല്ലേ? പുത്രനായിട്ട് വന്നിട്ടാ ഉപദേശിച്ചതേ, ഗുരുനാഥനായിട്ട് വന്നിട്ടല്ല വന്നത്, പുത്രനായിട്ട് വന്നിപ്പോ ഗുരു ആയി. അതുകൊണ്ട് ഭാഗ്യായിട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാമധേയ ശ്രവണാനുകീർത്തനാൽ യൽ പ്രഹ്വണാൽ യൽ സ്മരണാദപി ക്വചിൽ ശ്വാദോപി സദ്യസവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നു ദർശനാൽ. ഭഗവാനെ ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ കീർത്തിച്ചാലാണോ, ഏതെങ്കിലും ഭഗവാന്റെ ഒരു മഹിമ കേട്ടാലാണോ, ഒന്ന് നമസ്കരിച്ചാലാണോ, ഒരു തവണയെങ്കിലും ഒന്ന് നമസ്കരിച്ചു എന്നുണ്ടെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും നീങ്ങി അവൻ എന്തായിട്ട് തീരണോ? ചണ്ടാളനാണെങ്കിൽ പോലും അവൻ യാജ്ഞികനെ പോലെയാവും. ഭഗവാനെ ഒന്ന് സ്മരിക്കുകയോ ഒന്ന് ജപിക്കുകയോ ഒന്ന് നമസ്കരിക്കുകയോ ഭഗവാന്റെ ഭാവത്തിൽ ഭഗവത് കഥ ഒന്ന് കേൾക്കുകയോ ചെയ്താൽ ആ ചണ്ടാളൻ പോലും യാജ്ഞികനെ പോലെ ശുദ്ധനാവുന്നിരിക്കെ ആ ഭഗവാനെ തൊട്ടു കണ്ടു മിണ്ടി ഭഗവാന്റെ ഉപദേശമൊക്കെ കേട്ട് എന്റെ ഒരു ഭാഗ്യം എന്തേ ഇപ്പൊ പറയണ്ടു. ആര് തൊഴുതു? ദേവഹൂതിയമ്മ. എന്നിട്ട് ദേവഹൂതി പറയും ചെയ്തു, തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക് സ്രോതസി ആത്മനി സംവിഭാവ്യം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. ആ വേദസ്വരൂപനായ ഭഗവാനെ ഞാൻ എന്താ നമസ്കരിക്കണം എന്ന് പറഞ്ഞ് ദേവഹൂതി ഭഗവാൻ കപിലവാസുദേവനെ നമസ്കരിച്ചു. ഭഗവാൻ കപിലവാസുദേവൻ അമ്മയെ നന്നായിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഇതൊക്കെ മനസ്സിരുത്തി ധരിച്ചോളൂ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ എന്താ ചെയ്തു വെച്ചാല് അമ്മയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് അദ്ദേഹം പോവുകയും ചെയ്തു. എന്താ കാരണം ചോദിച്ചാൽ ഈ അമ്മയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കണം വെച്ചിട്ട് അത്രയും കാലം ഇവിടെ ഇരുന്നത്, അത് കൊടുത്തു. ഇനിയിപ്പോ എന്താ വേണ്ടു? തനിക്ക് പോയി. അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹം പോയപ്പോ എന്താ ഉണ്ടായിച്ചാൽ ദേവഹൂതിയാണെങ്കില് ഈ പുത്രരൂപത്തിൽ വന്ന ഭഗവാൻ തനിക്ക് വേണ്ട വിദ്യയും മഹിമയൊക്കെ തന്നു പോയി. അത് കണ്ടപ്പം ദേവഹൂതി കിട്ടിയ വിദ്യ വെറുതെ കളഞ്ഞില്ല, വേണ്ട മാതിരി നല്ലോണം ധ്യായതി ഭഗവദ്രൂപം യദാഹ ധ്യാനഗോചരം
സുതഃ പ്രസന്നവദനം സമസ്ത വ്യസ്ത ചിന്തയാ. ഭഗവാൻ തനിക്ക് തന്നതായ മഹിമകളൊക്കെ നല്ലോണം ഉപാസിച്ച് അനുസന്ധാനം ചെയ്തു. അങ്ങനെ ഉപാസിച്ചിരിക്കുന്ന കാലത്ത് ദേവഹൂതി ആ ഈശ്വരോപാസനയുടെ ശക്തിയിൽ മുഴുകി ദേവഹൂതിയുടെ പ്രാരബ്ധാദി കർമ്മങ്ങളൊക്കെ നശിച്ചു. ഇല്ലാണ്ടേ ഈ പ്രാരബ്ധവും പോയി, സഞ്ചിതവും പോയി, ആഗാമി എല്ലാവിധ ത്രിവിധങ്ങളായ കർമ്മങ്ങളും ഒടുങ്ങി ദേവഹൂതിയുടെ ദേഹവും പതിച്ചു. ദേവഹൂതി ഭഗവത്പദം പ്രാപിച്ചു. അങ്ങനെ ദേവഹൂതി അമ്മ ഭഗവത്പദം പ്രാപിച്ച ആ പുണ്യസ്ഥാനമില്ലേ, ആ ഭൂമി, പുണ്യഭൂമി, ആ പുണ്യഭൂമി പോലും ഒരു വലിയ വിശിഷ്ടമായ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ആയിട്ട് തീർന്നു എന്ന് പറയും. എങ്ങനെ അവിടെ പറയും, നാംന സിദ്ധപദം യത്ര സാ സംസിദ്ധിം ഉപേയുഷി. ഈ ദേവഹൂതി ദേഹം ഉപേക്ഷിച്ച ആ സ്ഥാനം എന്ത് പേരിൽ അറിയപ്പെട്ടു? സിദ്ധപദം ഇതി നാംന. സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധായി എന്നാ പറയുക. അതാണ് ഈ മഹാത്മാക്കളായ ആളുകൾ ഇരിക്കുന്ന കാലത്തോ അത് പുണ്യഭൂമി. അവര് ദേഹം ഉപേക്ഷിച്ച് പോയാലും ആ സ്ഥലം എന്തായിട്ട് തീരും? പുണ്യഭൂമിയായിട്ട് തീരും. ആ ഭഗവാനെ ഭജിച്ചവര് ദേഹം ഉപേക്ഷിച്ച് പോണതും ആ കേന്ദ്രം എന്താണ്? ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാവേ. നമ്മൾ ആരെങ്കിലും മരിച്ചു പോയ സ്ഥലമാണെങ്കിലോ ചവിട്ടണ്ട കുട്ടിയെ പ്രേതം ഉണ്ടാവും. സാധാരണക്കാരെ അങ്ങനെയല്ലേ പറയുക, ചവിട്ടണ്ട ആദ്യം കൊണ്ടാന്നൊക്കെ പറയുക, പേടിപ്പിക്കുകയല്ലേ ചെയ്യുക. ഇതല്ലേ ഭഗവത് ഭക്തന്മാരായ കൂട്ടര് ദേഹം ഉപേക്ഷിച്ച് പോയാൽ ആ സ്ഥാനം പോലും പുണ്യഭൂമി എന്നാ പറഞ്ഞത്. ഇതാണ് ദേവഹൂതിയുടെ കഥ. അപ്പൊ എന്നിട്ട് എന്താ ഇങ്ങക്ക് കേൾക്കേണ്ടത്? അപ്പൊ ചോദിച്ചു, ഈ ദേവഹൂതിയുടെ സമ്പ്രദായം മനോസ്തോ ശതരൂപായാം തിസ്രഃ കന്യാശ്ച ജജ്ഞിരേ ആകൂതിർദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുത. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആകൂതി, പ്രസൂതി, ദേവഹൂതി പറഞ്ഞ 3 പെൺകുട്ടികൾ ഉണ്ടായിന്ന്. അതിൽ ദേവഹൂതിയുടെ പുത്രിമാരുടെ കഥയാണ് അപ്പൊ നീ പറയണത്. ഈ ദേവഹൂതിക്ക് 9 പുത്രിമാരുണ്ടായി. ആ 9 പേരെയും മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മരീചി, അത്രി, അങ്കിരസ, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠാദികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഉണ്ടായത്. അങ്ങനെയൊക്കെ കൊടുത്തു, ഓരോരുത്തരായിട്ട് കൊടുത്തു. അതിൽ ഈ ദേവഹൂതിയുടെ ഒരു മകളുടെ പേരാണ്, കുട്ടിയുണ്ടല്ലോ, അതില് അനസൂയ എന്ന് പറയും ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്. ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും കൂടി 9 കുട്ടികളുള്ള കൂട്ടത്തിൽ ഒരു മകളുടെ പേരാണ് അനസൂയ. ഈ അനസൂയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് അത്രി മഹർഷി എന്ന് പറയും. അത്രി മഹർഷിയെ വിവാഹം ചെയ്ത്, അത്രി മഹർഷി അനസൂയയെ വിവാഹം ചെയ്തു വെച്ചാൽ അനസൂയയിൽ അത്രി മഹർഷിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ ഇവര് രണ്ടാളും കൂടി എന്ത് ചെയ്തു? പുത്രസന്തതി ഭാഗ്യം ഉണ്ടാവണം എന്ന് കണക്കാക്കിയിട്ട് അവര് രണ്ടാളും തപസ് ചെയ്തു. ഇവര് രണ്ടുപേരും കൂടി ഭഗവാനെ ഭജിച്ച് തപസ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും മുമ്പിലേക്ക് ഭഗവാൻ പ്രത്യക്ഷമായി. എങ്ങനെയാ പ്രത്യക്ഷമായതെന്നറിയോ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ടാ വന്നത്. ത്രിമൂർത്തികളുടെ രൂപത്തിൽ വന്നു. ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ട് മുമ്പിലേക്ക് വന്ന സമയത്ത് ഈ 3 പേരാണല്ലോ മുമ്പിൽ നിൽക്കണത്. അത് കണ്ടപ്പം അത്രി മഹർഷി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ഞാൻ ഏകനായ മൂർത്തിയെ ആണ് ഞാൻ ധ്യാനിച്ചത്. ഞാനൊരു സ്വരൂപേ ധ്യാനിച്ചിട്ടുള്ളൂ. എൻ്റെ മുമ്പിലേക്ക് വന്നതോ 3 സ്വരൂപമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഈ 3 സ്വരൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന ഈ ഈശ്വരമൂർത്തികളില്ലേ, ഇതിലാരാണ് എൻ്റെ ധ്യാനമൂർത്തി എന്ന് ചോദിച്ചു. ഞാൻ ധ്യാനിച്ച ദേവനിൽ ഒരാളുണ്ട്, അതാരാന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ഭഗവാൻ പറഞ്ഞു, ഈ അത്രി മഹർഷിയോട് പറഞ്ഞു, മഹർഷി ഈശ്വര, അങ്ങ് പരിഭ്രമിക്കണ്ട. അങ്ങ് ധ്യാനിച്ച ആ ഏകനായ മൂർത്തിയില്ലേ, ആ ഏകനായ മൂർത്തിയാണ് ഈ 3 വന്നത് എന്നും പറഞ്ഞു. സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞ 3 ഗുണങ്ങളെ ആശ്രയിച്ച് സൃഷ്ടി, സ്ഥിതി, ലയാദികളായ കർമ്മങ്ങൾ ചെയ്യാൻ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് എന്ന സമ്പ്രദായത്തില് ഞാൻ ഇങ്ങനെ വന്നതാണ്. എനിക്ക് 3 ആവാനൊന്നും വിഷമില്ല. 3, 4, 5, 8 എത്ര വേണമെങ്കിലും ആവാനും ഒരു വിഷമില്ല. 1 ആവാനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാനാണ് ഈ പലതായിട്ട് പ്രകാശിച്ചത് എന്ന് പറഞ്ഞു. അത്രി മഹർഷിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് ആ ഒരു വിവരം കിട്ടിയില്ലോ, ഏകനായ ഈശ്വരനാണ് പലതായിട്ട് പ്രകാശിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ബുദ്ധിയായിട്ട് അദ്ദേഹം അത്രി മഹർഷി നമസ്കരിച്ചു. അപ്പൊ അത്രി മഹർഷിയോട് പറഞ്ഞു, അങ്ങ് എന്തായാലും ഉണ്ണി ഉണ്ടാവണം എന്ന് മോഹിച്ചിട്ടല്ലേ ഇപ്പം തപസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങക്ക് സന്താനം ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കുകയാണ് എന്നും പറഞ്ഞു അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചെന്നറിയോ? ഞങ്ങൾ 3 പേരും അങ്ങയുടെ പുത്രന്മാരായിട്ട് അവതരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് 3 പേരും അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും സന്താനങ്ങളായിട്ട് അവതരിച്ചു. അതിൽ ബ്രഹ്മാവ് സോമൻ എന്ന പേരിലും ഭഗവാൻ മഹാവിഷ്ണു ദത്തൻ അല്ലെങ്കിൽ ദത്താത്രേയൻ എന്ന പേരിലും ഭഗവാൻ ശ്രീപരമേശ്വരൻ ദുർവാസാവ് എന്ന പേരിലും വന്ന് അവതരിച്ചു എന്ന് പറയും. ഇങ്ങനെയാണ് ഭഗവാൻ ത്രിമൂർത്തികൾ അത്രിപുത്രന്മാരായിട്ട് വന്നതെന്ന് പറയും. ബ്രഹ്മാവ് സോമൻ എന്ന പേരില് ഭഗവാൻ മഹാവിഷ്ണു
ദത്താത്രേയൻ എന്ന പേരിലും ശ്രീപരമേശ്വരൻ ദുർവാസാവ് എന്ന പേരിലും വന്ന് അവതരിച്ചു. ഇങ്ങനെയാണ് ത്രിമൂർത്തികളുടെ അത്രിപുത്രന്മാരായിട്ടുള്ള പുറപ്പാട്. അത് പറഞ്ഞു കൊടുത്തേ. ഈ കഥ അത്രയേ ഉള്ളൂ പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഏകനായ ദേവനാണ് പലതായിട്ട് പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ നാട്ടിൽ ഈ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞും കേട്ടും ഇങ്ങനെ എന്തല്ലാണ്ട് ആയിട്ട് ഒരു ജാതി കഥയിലായ പരസ്പരം ഇങ്ങനെ പറഞ്ഞിട്ടേ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ച് കേൾക്കൂ. ഈശ്വരൻ എത്ര ഉണ്ടെന്ന നമ്മുടെ വിചാരം? നമ്മുടെ ഇടയിൽ അതെ പലരുടെയും വിചാരം അങ്ങനെയൊന്നുമല്ല. ഈ ആളുകളെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലേ, ചെറിയ ഉണ്ണി കോണിയും ഇങ്ങനെ ഇറങ്ങി ഒറ്റയ്ക്ക് കോണി ഇറങ്ങി വരുമ്പോ അമ്മ അടുക്കളയിൽ എന്താ പറയാ? എന്റെ ഈശ്വരന്മാരെ എന്നാ പറയുക. എന്താ പറയാ? എന്റെ ഈശ്വര എന്ന് പറയില്ല. എന്റെ ഈ കേട്ടാ തോന്നുന്നു നമുക്ക് മൈതാനത്തിലെ പൊതുസമ്മേളനത്തിന് വന്നാണവരെല്ലാരും കൂടി എന്ന് തോന്നും ചെയ്യും. ഇല്ല ഈശ്വരന്മാരെ അങ്ങനെയല്ല. ഈശ്വരന് ഏകനാണ്, ഒരേ ഒരു ഈശ്വര ശക്തി സമ്പ്രദായമേ ഉള്ളൂ എന്നാണ് വേദത്തിൽ പറയും. ഏകോഹം ബഹുസ്യാം, ഞാൻ ഏകനാണ്, പലതാവട്ടെ എന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു, എന്നിട്ട് അങ്ങോട്ട് പലതായിട്ട് തീർന്നു എന്നൊക്കെ പറയും. സദേവ സൗമ്യ ഇതമഗ്ര ആസീൽ ഏകമേവ അദ്വിതീയം. ഹേ ശിഷ്യനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ സൗമ്യ, ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാവണേന്റെ ഏറ്റവും ആദ്യം എന്തായുള്ളൂ? ഏകമേവ, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടിച്ചതില്ല. മനസ്സിലാവണ്ടേ? ഇതാണ്. അപ്പൊ ഈ ഏകമാണ് ഈശ്വരതത്വം, അല്ലെങ്കിൽ അനവധി ഇല്ല, പലതായിട്ടില്ല എന്നൊക്കെ അനവധി മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്, പലതായിട്ട് പറയും. അതായത് ഏകമായ ഈശ്വരഭാവമാണ് പല പ്രകാരത്തില് പല രീതിയിൽ പ്രകാശിക്കുന്നത് എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് മലയാള നാട്ടിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ദാഹം മാറും. മലയാളത്തിൽ വെള്ളം കുടിച്ചാൽ മലയാള നാട്ടിൽ നിന്ന് കുറച്ച് വെള്ളം തരുമോ ചോദിച്ചാൽ ആരെങ്കിലും തരും. അപ്പൊ നമുക്ക് ഭയങ്കര ദാഹം മാറും. തമിഴ്നാട്ടിൽ പോയിട്ട് വെള്ളം തരുമോ ചോദിച്ചു. അപ്പം ചോദിച്ചു തണ്ണി ചോദിച്ചു. നമുക്ക് കേട്ടപ്പോൾ എന്തോ ഒരു മോശം വസ്തു തോന്നി, വേണ്ടാന്ന് പറഞ്ഞു. കണ്ടപ്പോ തന്നെ ഒരു വേണ്ട. നമ്മൾ അടുത്ത വണ്ടി കയറിയിട്ട് ഉത്തരേന്ത്യക്ക് പോയി. അപ്പൊ അവിടെ ചെന്നിരിച്ചു, വെള്ളം തരുമോ ചോദിച്ചു. പനി പിന്നെ കേലിയെ ചോദിച്ചു. അത് അറപ്പായി. നമുക്ക് എന്തോ കേലിയ, എന്തോ പനി, രസമില്ല കേൾക്കുമ്പോളേ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോയി. നമ്മളെ പാത്രത്തേക്ക് നോക്കണ്ടേ. നമ്മൾ വിമാനം കയറിയിട്ട് അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് എടോ സായിപ്പയെ കുറച്ച് വെള്ളം തരുമോ ചോദിച്ചു. വാട്ടർ മുണ്ട് കയറിയ മാതിരിയാണ് തോന്നിയത്. പെട്ടെന്ന് ടർന്ന് കേട്ടപ്പോൾ നമുക്ക് അങ്ങനെ മുണ്ട് കയറുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഒച്ച ഉണ്ടാവുക. വലിയ പേടിയാണത്. അതിന്റെ അങ്ങാടിയിൽ നിന്ന് സഭയിൽ നിന്നൊക്കെ ഇത് കയറി എന്ത് ചെയ്യും? അതാണ് ആ ഒച്ചപ്പാട് കേട്ടപ്പോൾ. ശരിയോ തെറ്റോ? അപ്പൊ തണ്ണി, പാനി, വെള്ളം, വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ വേറെ വേറെ ജാതി ഒച്ചപ്പാടാണത് അല്ലേ? വേറെ വേറെ ജാതി ശബ്ദങ്ങളാണ്. പക്ഷേ അത് ഏത് പറഞ്ഞു തന്ന് കുടിച്ചാൽ എന്ത് മാറും? ദാഹം മാറും. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ദാഹം മാറുന്ന വസ്തുവിന് എന്ത് പേര് പറഞ്ഞാലും, പേര് പറയാണ്ട് കുടിച്ചാലും, ഇനി വേറെ നായാ പൂച്ചാന്ന് പറഞ്ഞു കുടിച്ചാലും ദാഹം മാറും. ശരിയോ തെറ്റോ? അപ്പൊ നമുക്ക് വെള്ളത്തിന് പേരിട്ടതാരാ? വെള്ളത്തിന് ആരാ പേരിട്ടത്? വെള്ളത്തിന് അതാത് നാട്ടുകാർ ദാഹം വന്നപ്പോ എന്തോ പേര് പറഞ്ഞത് പിന്നെ എല്ലാരും കൂടിയാണ് പറയാൻ തുടങ്ങിയത് തന്നെ. ശരിയല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ വെള്ളം എന്ന് പറഞ്ഞു അവന്റെ പനിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ പേര് പറയണമെന്നുള്ളതല്ല. പണ്ട് അടുക്കളയിൽ ഈ പഞ്ചസാരയുടെ കുപ്പിയിൽ എന്നും ഉറുമ്പാണ്. എങ്ങനെ ചെയ്തു വെച്ചാലും ഉറുമ്പാ, എന്ത് പണി ചെയ്താലും ഉറുമ്പ്. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു വെച്ചോ, പഞ്ചസാരയുടെ കുപ്പിയുമ്പിൽ നമ്മൾ മുളക് എഴുതി വെച്ചു. പിന്നെ ഉറുമ്പ് വരണ്ടേ? ആരോ പറയണ്ടെന്ന് പോയി ചെയ്യണം പണിന്ന്. പഞ്ചസാരയുടെ കുപ്പിയുമ്പില് മുളക് എന്ന് എഴുതി വെച്ചതിന് ശേഷം പിന്നെ ഉറുമ്പിന് എന്തുണ്ടായേ? ഉറുമ്പിന്റെ ശല്യം തീരുമില്ലേ? ആ പഞ്ചസാരയുടെ കുപ്പിയുമ്പിൽ നമ്മൾ മുളക് എന്ന് പറഞ്ഞാൽ അതല്ല എലി വിഷം എന്ന് എഴുതി വെച്ചാൽ ആര് വരും? ഉറുമ്പ് ഇതിന്റെ മുകളിലെ ബോർഡ് വായിച്ചിട്ടൊന്നുമല്ല ഇവിടേക്ക് വരണത്, കുപ്പിയിലേക്ക് പഞ്ചസാരയിലേക്ക് വരണത്. അതിന്റെ രുചി രസം മനസ്സിലാക്കിയിട്ടാ വരണത്. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ. നമ്മൾ ഭഗവാന്റെ പേര് കേട്ടിട്ടൊന്നല്ല ഓരോ ദിക്കിലേക്കും പോണത്. അതിപ്പോ ഓരോരുത്തരും അവനവന്റെ സമ്പ്രദായത്തിനനുസരിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മേ ഭഗവതിയെ ശംഭോ മഹാദേവ എന്നൊക്കെ പറയും. ശരിയല്ലേ? ഓരോരോ ഉപാസകന്മാര് അവരവരുടെ ഉപദേശത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ച് ഉപാസിക്കണം. അതിനനുസരിച്ച് എന്തുണ്ടാവണം? അവർക്ക് അനുഗ്രഹം ഉണ്ടാവണം. ശരിയല്ലേ? ഇങ്ങനെയാണ് ലോകത്തിന്റെ കഥ. അതുകൊണ്ടാ പറയുന്നത് എന്ത്? ഭഗവാനെ നമ്മൾക്ക് യേ യഥാമാം പ്രപദ്യന്തേ തം തഥൈവ ഭജമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശ. ആര് എന്നെ എപ്രകാരത്തിൽ ഭജിക്കണോ അവരെ ഞാൻ അപ്രകാരത്തിൽ അനുഗ്രഹിക്കണോ. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തില് എല്ലാവരും എന്നെ തന്നെയാണ് ഭജിക്കണത്. അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സർവദേവ നമസ്കാരം. ബാക്കി ചൊല്ലിക്കോളൂ. കേശവം പ്രതിഗച്ഛതി. എവിടെ നമസ്കരിച്ചാലും
കേശവന്റെ അടുത്തേക്കാ പോവുകയെന്ന്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി ചതർത്ഥം. ഭഗവാൻ ഏകനാണ്. അപ്പൊ അവനോ അപ്പൊ എങ്ങനെയാ പല ജാതി പാടില്ല എന്നല്ല. അപ്പൊ ചിലർക്ക് അമ്മയെ ഭഗവതി എന്ന് വിളിക്കേണ്ട ഒരു സന്തോഷം ഉണ്ടാവുക. അങ്ങനെ ശീലിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും അങ്ങനത്തെ വാസനയും സംസ്കാരം ഉള്ളതുകൊണ്ടും ആയിക്കോട്ടെ, ഒരു വിഷമവും ഇല്ല. എന്താ ഒരു കേടുമില്ല. അങ്ങനെയാണ് അവിടെ. അപ്പൊ നമ്മളിപ്പം ഭഗവതി ആയിട്ട് കാണണമെന്ന് മോഹിക്കണവന്റെ മുമ്പിക്ക് ഭഗവാൻ എങ്ങനെയാ വരുന്നത്? സിന്ദൂരാരുണ വിഗ്രഹം തൃണയനം മാണിക്യ മൗലിസ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണ രത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരമാം ധ്യായേൽ പരാം അംബികാം. അങ്ങനെ വരും. അങ്ങനെയാണ് അയാൾക്ക് ഇഷ്ടേ കാണാൻ. ആരെ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ചിലരങ്ങനെയല്ല. ചിലർ കൃഷ്ണ ഗുരുവായൂരപ്പാന്നുകൊണ്ട് വിളിച്ച് അങ്ങോട്ട് ഉറക്കം കണ്ട് വിളിക്കുമ്പോ ഇങ്ങനെ വരും. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം. അങ്ങനെ വരും. എന്നുവെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് മോഹിക്കുന്നത്. വേറെ ചിലർ അങ്ങനെയില്ല. അവർക്ക് ഇങ്ങനെ ഈ ഭസ്മഭൂഷിതാംഗ സർവാംഗനായിട്ടും ഭസ്മധുളിത സർവാംഗനായിട്ടും ഒക്കെ കാണാനാണ് ഇഷ്ടം. അവരുടെ എങ്ങനെ വരും? ബിഭ്രദുർഭിക്കുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ. കണ്ടു? അങ്ങനെ വരും. ഓരോരുത്തർക്ക് അങ്ങനെയാണേ. എന്നാ വേറെ ഒരിക്കലും വായനയ്ക്ക് പോയി, ഇല്ലത്തെ വായനയ്ക്ക് പോയി. അപ്പൊ അവിടെ അകത്ത് ദേവാരൊക്കെ ഉണ്ട്. അവിടെ വല്യമ്മയുണ്ട്, മുത്തശ്ശി, പ്രായമുള്ള അമ്മയാണ്, സാധുവായ അമ്മയുണ്ട്. അവിടെ എല്ലാവരും നല്ല സമ്പ്രദായക്കാരാ. അപ്പൊ ഈ വല്യമ്മ എങ്ങനെയാ വെച്ചാലേ എന്ത് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും നീക്കുമ്പോഴും ഇരിക്കുമ്പോഴും മിണ്ടുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയും, ഒറ്റക്കൊമ്പാ ഒറ്റക്കൊമ്പാ. ഞാൻ അങ്ങനെയാ പറയുക, ഒറ്റക്കൊമ്പ എന്ന് പറയും. ആ അമ്മ വലിയ ഭക്തിയിലാ പറയാം, എന്റെ ഒറ്റക്കൊമ്പ. അടുക്കളയിൽ നിന്ന് പറയും എന്റെ ഒറ്റക്കൊമ്പാന്ന്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചേ, എന്താ മുത്തശ്ശിയമ്മ ഇങ്ങനെ ഒറ്റക്കൊമ്പ പറയണെന്ന് അറിയൂ. അപ്പൊ ചോദിച്ചപ്പോ മുത്തശ്ശിയമ്മയാ പറഞ്ഞത്, അവിടെ അകത്ത ദേവാരം ഗണപതിയാ. പടിഞ്ഞാറ്റിയിലെ ഗണപതി അത്ര ദേവാരം, നിത്യം ദേവാരൊക്കെ ഉണ്ട് ഗണപതിക്ക്. അങ്ങനെയാ. അപ്പൊ ഗണപതി അവിടെ അത്രയ്ക്ക് ഗണപതി ഉണ്ണി ഗണപതിയാണേ. അപ്പൊ അവിടെ നാലേട്ടിലും അകത്തും മിറ്റത്തും അടുക്കളയിലൊക്കെ പതിവാണ്. ആര് അവൾ വെച്ച് നേദിക്കണം എന്നില്ല അത്രേ. അങ്ങനെ നമ്മളങ്ങനെയല്ലോ വെച്ച് നേദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പായസോ അല്ലെങ്കിൽ നേദ്യച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി നേദ്യം കഴിക്കില്ലേ? അങ്ങനെ കഴിക്കണമെന്നില്ല. അടുക്കളയിൽ എന്തടുപ്പത്ത് കയറ്റിയാലും ആരും ഉണ്ണാൻ വരും. അതെന്ത് കയറ്റിയാലും വരും. അപ്പൊ അതുകൊണ്ട് അവിടെ വിശേഷാൽ അവിടെ അകത്ത് നേദിച്ചില്ല. ചില അവര് മലര് നേദിച്ചാലും പോരായൊന്നുമില്ല. എന്ത് വിരോധമില്ല, എന്തും ആവാം അവനവന്റെ സന്തോഷത്തിന്. പക്ഷെ ഇവിടെ അടുപ്പത്ത് കയറ്റിയാൽ അതാര് കൈക്കലാക്കും? അങ്ങനെ ഒരു ഉണ്ണിയോളം നടക്കണ മാതിരിയായി. അതാണ് ഉണ്ണി ഗണപതി. അപ്പൊ അതുകൊണ്ട് അവിടെ എപ്പോഴും അങ്ങനത്തെ ഒരു സാന്നിധ്യമാണ് അത്രേ. അതാണ് ഈ വല്യമ്മ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എപ്പം അങ്ങോട്ട് തിരിയുമ്പോഴും ഇത് ഒറ്റക്കൊമ്പാന്ന്. അപ്പൊ നമുക്ക് ഒറ്റക്കൊമ്പാന്നൊക്കെ പറയുമ്പോൾ നിന്ദയാണെന്ന് തോന്നിയില്ലേ? നിന്ദയല്ല അത്. എന്താന്ന് വെച്ചിട്ടുണ്ടോ, അതൊരു വലിയ സ്നേഹത്തിന്റെ അടുപ്പാണേ. അടുപ്പം കൂടുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ അമ്പലത്തിൽ വന്നിട്ട് ഭഗവാൻ എന്താ പറയാ? കൃഷ്ണ ഗുരുവായൂരപ്പ നീ എന്നെ കൈവിടില്ല നിക്ക്. എന്താ പറഞ്ഞത്? നമ്മള് ഭഗവാനോടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ എന്നുള്ള വർത്തമാനം അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊന്ന് പോയി പറഞ്ഞു നോക്കോ. പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ കാരണം? പട്ടക്കാന്ന് നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ നീ എന്ന് വിളിക്കുവോ? വിളിക്കില്ല. കാരണവന്മാരെ, മുത്തശ്ശന്മാരെ, ജ്യേഷ്ഠന്മാരെ, ഓപ്പോളന്മാരെയൊക്കെ നീ എന്ന് വിളിക്കുവോ? വിളിക്കില്ല. മുതിർന്നവരെ വിളിക്കുവോ? വിളിക്കില്ല. പക്ഷെ ഗുരുവായൂരപ്പനെ ഭഗവതിയുടെ അടുത്ത് അമ്മേ ഭഗവതി നീ കാക്കൻ, നീ എന്നെ നീയോ പറ്റ അമ്മയെ നമ്മൾ നീ എന്ന് വിളിക്കില്ല. പക്ഷെ ഭഗവതിയെ നമ്മള് നീ എന്ന് വിളിക്കുന്നത് നിന്റെ കൊണ്ടാണോ സ്നേഹ കൂടുതലുകൊണ്ടാണോ? അതല്ല. ശരി, ഇതുവരെ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ അത് അങ്ങനെ? അപ്പൊ ചിലതൊക്കെ നമുക്ക് നിന്ദയല്ല, അത് വല്ലാത്തൊരു ഒരടുപ്പം, സഹിക്കാൻ വയ്യാത്തൊരടുപ്പാണ്. അപ്പൊ അതാണ് ഈ വല്യമ്മ നിന്ദിച്ച് പറയുന്നതല്ല. അത് ഈ നിന്ദയും സ്തുതിയൊന്നും തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലാവില്ലേ? അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഭാവത്തിൽ നിന്ന് ഉണ്ടാവണം. ഇവിടെ ഏതാണ് അത്രയ്ക്ക്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ആരെ എങ്ങനെയാണോ ഭജിക്കണത് അങ്ങനെ മുമ്പിക്ക് വരിക ആര്? ഭഗവാൻ. അതാണ്. അത് പ്രത്യേകം ധരിക്കണം. അല്ലാതെ ഈ പലജാതി ഈശ്വരന്മാരുണ്ടെന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ പക്ഷെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ 36 ഇല്ലല്ലോ, 33 എത്രയും കുഴപ്പമില്ല. 33 കോടി കേട്ടിട്ടില്ലേ? ഇല്ല, പോവാ ഉണ്ടല്ലേ? 33 കോടി എന്നൊക്കെ പണ്ട് തെക്കൊരു ദിക്കില് ഒരു വായനയ്ക്ക് പോയി. അപ്പൊ അവിടെ വായന കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ പ്രഭാഷണം ഉണ്ട്. ഈ പകലത്തേത് പോരായിട്ടേ. അപ്പോ വൈകുന്നേരം ആകുമ്പോ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ നമ്മളൊക്കെ താമസിക്കുന്നത് ഈ അമ്പലത്തിന്റെ കുറച്ച് അപ്പുറത്ത്. അമ്പലം വലിയൊരു പറമ്പിലാണ്. വലിയ പറമ്പായി, മൈതാനം പോലെ ഉണ്ട്. കുറെ 1-2 മാവൊക്കെ ഉള്ളു ആ പറമ്പില്. ഉത്സവ പറമ്പ് പോലെ അങ്ങനെ സ്ഥലമായിട്ട് കിടക്കുക. അപ്പൊ ചെറിയ റോഡ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഒരു വീട്ടിലെ മാളികയിലാണ് താമസിക്കണത്. അപ്പൊ അവിടെ നല്ല ശബ്ദം കേൾക്കാം.
ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പ്രസംഗിക്കാൻ ആരെങ്കിലും ഒക്കെ വരുമല്ലോ, അവരിങ്ങനെ പ്രസംഗിക്കും അല്ലെ, അപ്പൊ അത് അങ്ങോട്ട് കേൾക്കും ചെയ്യാം, ഈ കോളാമ്പി കൂടി ഇങ്ങനെ കേൾക്കാമല്ലോ. അപ്പൊ അദ്ദേഹം ആരാ നിശ്ചല്യം നമുക്ക്, അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പറയും ചെയ്തു, ഈ 33 കോടി ഈശ്വരന്മാരെ പൂജിക്കണം നമ്മളും. അത് കേട്ടപ്പോഴാണ് നമുക്ക് തോന്നിയത്, എന്ത് 33 കോടി ഈശ്വരന്മാരെ ഈ പ്രസംഗിക്കാനുള്ള പൂജിക്കണ്ടാവോ, എന്തായാലും വന്നവർക്ക് നേരല്ലേ, ഇത് തന്നെ കേൾക്കാൻ നേരല്ലേ, പിന്നെ ഇനിയിപ്പോ 33 കോടി പൂജിക്കാൻ പോണത് ശരിയല്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നാണെങ്കിൽ, ഈ 33 കോടി ഈശ്വരന്മാരെ എന്ന് പറയുന്നത് എന്താ, ഈ 33 കോടി ഈശ്വരൻ എന്നല്ല അതിന്റെ പ്രത്യേകത. 33 കോടി ദേവതമാരെന്ന് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഒരു കഷ്ണം കടലാസിന്റെ കയ്യിലെടുത്ത് എഴുതി വെച്ചോളൂ, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായി വിവരക്കേടൊക്കെ. അതായത് 33 കോടി ദേവതമാര് എന്ന് പറഞ്ഞ അർത്ഥം, 33 കോടി, നമ്മൾ കോടി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്ക് ഓണം ബമ്പറിന്റെ കോടിയാണ് നമുക്ക് ഓർമ്മയുള്ളത്, ശരിയല്ലേ? ഇത് ആ കോടിയല്ല ഈ കോടി. 33 കോടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചോദിച്ചാൽ, ഈ കോടി എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ്. കോടി എന്നുള്ളതിന് പ്രകാരം, തരം, വിധം ഒക്കെ ഉണ്ട്. അപ്പൊ 33 കോടി എന്ന് പറഞ്ഞാൽ 33 വിധത്തില്, 33 തരത്തില്, 33 പ്രകാരത്തില് ദേവതമാരുണ്ടെന്നാണ്. ആ 33 പ്രകാരം പറയാനാണ് 33 കോടി എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ ഈ 33 പ്രകാരത്തില് ദേവതമാരെ നിശ്ചണ്ടോ? ശ്രദ്ധിച്ചു കേട്ടോളൂ. അവിടെ പറയും, ഈ ദ്വാദശ ആദിത്യന്മാര് 12, ദ്വാദശം 12 എന്നാണ്. ദ്വാദശ ആദിത്യന്മാര് 12, ഏകാദശ രുദ്രന്മാര് 11. 12 ഏകാദശം 11 എന്നാണ്. ഏകാദശ രുദ്രന്മാര് 11. പിന്നെ അഷ്ടവസുക്കള് 8. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 ആണ്. അഷ്ടവസുക്കള് 8. ഇപ്പൊ എത്രണ്ണായി? 12ഉം 8ഉം 20ഉം 11ഉം 31 ആയില്ലേ? ഇന്ദ്രൻ പ്രജാപതി 31ഉം 2ഉം 33. ഈ 33 ദേവതമാരെയാണ് 33 കോടി ദേവതമാര് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഈ വിവരക്കേട് വളവള എന്ന് പറയുന്നതല്ല. പറഞ്ഞ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. ദ്വാദശ ആദിത്യന്മാര് 12, ദ്വാദശ ആദിത്യന്മാര് 12, ഏകാദശ രുദ്രന്മാര് 11. ഏകാദശ 11 ആണേ. ഏകാദശ രുദ്രന്മാര് 11, അഷ്ടവസുക്കള് 8. അപ്പൊ ഏതാണ്ട് 31 ആവും. ഇന്ദ്രൻ പ്രജാപതി 31ഉം ഈ 2ഉം കൂടി ചേർന്നാൽ 33. ഈ 33 ദേവതമാരെ ചേർത്തിട്ടാണ് 33 കോടി എന്നർത്ഥം. 33 പ്രകാരത്തില് ഒന്നും കൂടി പറയാം. ഏകാദശ രുദ്രന്മാര് 11, ദ്വാദശ ആദിത്യന്മാര് 12, അഷ്ടവസുക്കള് 8, ഇന്ദ്രനും പ്രജാപതി. ഇത്രയേ ഉള്ളൂ. എഴുതി കഴിഞ്ഞില്ലേ? നിസ്സാര കാര്യമില്ലല്ലോ. അതാണ് 33 കോടി. കോടി എന്നുള്ള വാക്കിന്റെ അർത്ഥം തരം, പ്രകാരം. ഇതാണ് അതിന്റെ പ്രത്യേകത. 33 പ്രകാരത്തിലെ ദേവതമാര്. അതിൽ ഈ ദ്വാദശ ആദിത്യന്മാര് 12 പേര് ഒരു കൂട്ടാണേ. ഏകാദശ രുദ്രന്മാര് 11 ഒരു കൂട്ടാണ്. അഷ്ടവസുക്കൾ 8 പേരുടെ ഒരു കൂട്ടാണ്. ഇതിന് സംഘമായിട്ട് നടക്കണ ദേവതമാരാണ്. അതുകൊണ്ട് ഈ ദേവതമാർക്ക് ഗണദേവത എന്ന് പറയും ശാസ്ത്രങ്ങളിൽ. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിലെ ഗ്രൂപ്പ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് പറയുക? ഗണം എന്ന് പറയുക. സംഘമായിട്ട് നടക്കണം, അവരാണ് ഒറ്റയ്ക്കല്ല. അതായത് അമരകോശം എന്നും പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ ഒരു നിഘണ്ടു ഉണ്ട്, ഡിക്ഷണറി. ഈ ഡിക്ഷണറിയിൽ നിഘണ്ടുവിൽ പറയും, ആദിത്യ വിശ്വവസവസ്തുഷിത ഭാസ്വരാനിലാഹ മഹാരാജിക സാധ്യാശ്ച രുദ്രാശ്ച ഗണദേവതാഹ. ഇതൊക്കെ ഗണദേവതമാരാണെന്ന് പറയും. ഈ അമരകോശം എന്ന് പറഞ്ഞാലേ ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം പറയുന്ന പുസ്തകമാണ്. അപ്പൊ ഗണപതിയെ കുറിച്ച് പറയുമ്പം അതിന് എന്താണെന്ന് വേണ്ട വെച്ചാൽ മുഴുവൻ അതിൽ അങ്ങോട്ട് പറയും. അപ്പൊ അതുകൊണ്ട് ഈ സംസ്കൃതക്കാര് ഡിക്ഷണറി പുസ്തകം മറിച്ച് നോക്കുകയല്ലേ ചെയ്യുക. കുട്ടിക്കാലത്ത് അവർ പഠിച്ചു വെക്കും. അതാത് ആ വാക്ക് ആവശ്യം വരുമ്പോൾ അതിങ്ങനെ എടുത്ത് അവനവന്റെ തലേന്നാ എടുക്കുക, പുസ്തകത്തിൽ നിന്നല്ല എടുക്കുക. അങ്ങനെയാണ്. അപ്പൊ ശ്ലോകം തോന്നും ഓരോ. അപ്പം ശിവനെ കുറിച്ച് പറയുമ്പം ഗിരീശോ മൃഡ, ഗിരീശൻ മൃഡൻ എന്നൊക്കെ പറഞ്ഞാൽ ശിവനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്ന് വിനായകോ വിഘ്നരാജ ദ്വൈമാതുര ഗണാധിപ അപ്യേകദന്തഹേരംബ ലംബോദര ഗജാനനാഹ. ഗണപതിയുടെ ഇത് മുഴുവനായി കഴിഞ്ഞു. അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ വിഷ്ണുവിന്റെ ഉണ്ടതുപോലെ എല്ലാറ്റിനും ഉണ്ടേ. അപ്പൊ അതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഗണദേവതമാരെ കുറിച്ച് പറയുമ്പം ആദിത്യന്മാര്, വിശ്വേദേവന്മാര് എന്നൊക്കെ പറഞ്ഞ്, ആദിത്യന്മാരെയാണ് ഇപ്പൊ നമ്മൾ 12 എന്ന് പറഞ്ഞത്. വിശ്വേദേവന്മാര് ഒരു ഗണദേവതയാണ്. രുദ്രന്മാര് അതുപോലെ 11 പേര് കൂടിയിട്ടുള്ള ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള് ഗണദേവതമാര്.
ഈ പറയുന്ന സംഘാതത്തിനാണ് 33 കോടി ദേവതമാര് എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ എവിടെ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എവിടെ നിന്ന് അദ്ദേഹം പെറുക്കി കൊണ്ടുവരുന്നത്, നമ്മൾ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നത് ഇതില്ല എന്നുള്ളതിന്റെ പ്രമാണമല്ല. നഹി സന്ദേഹാത് അലക്ഷണം വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി എന്ന് പറയും വ്യാകരണക്കാരൻ. എന്നുവെച്ചാൽ അർത്ഥം വ്യാകരണ ശാസ്ത്രത്തിൽ പറയേ നഹി സന്ദേഹാത് അലക്ഷണം, നമുക്ക് നിശ്ചല്യായോണ്ട് അതില്ലെന്ന് പറയരുത്. പിന്നെ എന്ത് വേണം? വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി. അപ്പൊ നമുക്ക് നിശ്ചയില്ലാത്തതൊക്കെ നിശ്ചയമുള്ളവർ വ്യാഖ്യാനിക്കുമ്പം നോക്കി ഇങ്ങോട്ട് മനസ്സിലാക്കണം എന്ന് ശാസ്ത്രത്തിലുള്ളതാണ്, ഈ വ്യാകരണ ശാസ്ത്രത്തില്. അപ്പൊ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന് പ്രമാണം വേണമെങ്കിൽ അത് റെഫറൻസ് കേട്ടോളൂ. പറയും അതിന് വേദമാണ് പ്രമാണം. അതിൽ തന്നെ ബൃഹദാരണ്യക ശ്രുതി എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി വായിക്കേണ്ടവര് വൈകുന്നേരമല്ല എപ്പോഴത്തെ പോയി വായിച്ചു നോക്കിക്കോളൂ. ബൃഹദാരണ്യക ശ്രുതി എന്നാ പറയുക. അതാണ് ശ്രുതിച്ച വേദം. ആവശ്യം ബൃഹദാരണ്യക ഉപനിഷത്ത് നോക്കിക്കോളൂ, മനസ്സിലാവും. അപ്പൊ അവിടെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഈശ്വര സ്വരൂപത്തിന്റെ ഏകത അതൊരു വേദതത്വമാണ്. ആ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, പറഞ്ഞാലും കേട്ടാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയത്തിനെയാണ് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തത്? വളരെ ഈ അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും കഥയുടെ രൂപത്തില് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതെന്ന് പറയും. അപ്പൊ അത്രി മഹർഷിയുടെ ആ കഥ അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ ആകൂതി പ്രസൂതി പറഞ്ഞ 2 കുട്ടികളുടെ കഥ പറഞ്ഞില്ലേ? അതിൽ ആകൂതി എന്ന് പറഞ്ഞ പെൺകുട്ടി ആകൂതിം രുചയെ പ്രാതൽ. ആകൂതി എന്ന് പറഞ്ഞ പെൺകുട്ടി സ്വയംഭുവമനുവിന്റെ മകളുടെ കഥയായിട്ടോ പറയുന്നത്. ആകൂതി എന്ന് പറഞ്ഞ പെൺകുട്ടി രുചി പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ പരമ്പര അതങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നീട് പ്രസൂതിയും മാനവീം ദക്ഷ ഉപയേമേ ഹജൽമജ. പ്രസൂതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ബ്രഹ്മപുത്രനായ ദക്ഷനാണ് വിവാഹം ചെയ്തത് എന്ന് പറയും. ദക്ഷൻ, ബ്രഹ്മപുത്രൻ ദക്ഷൻ, അതാണ് ഉണ്ടായത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ ദക്ഷൻ ഈ പ്രസൂതിയില് തസ്യാം സസർജ ദുഹിതൃഹ് ഷോഡശ അമലലോചനാഹ. അതില് ദക്ഷന് ഈ പ്രസൂതിയില് 16 കന്യകമാരുണ്ടായി. ഷോഡശ 16 പെൺകിടാങ്ങളാ ഉണ്ടായത്. ഈ 16 പെൺകുട്ടികൾ ഉണ്ടായ കൂട്ടത്തിൽ അതിലെന്താ ഉണ്ടായത്? ത്രയോദശ അതിൽ ധർമായ. അതിൽ 13 പേരെ ധർമ്മദേവന് വെളിയിച്ചു കൊടുത്തു. ധർമ്മദേവൻ 13 പേരെ വിവാഹം ചെയ്തു. പിന്നെ അതില് ഒരാളെ തഥൈവം ഒരാളെ അഗ്നിക്ക് കൊടുത്തു, അഗ്നിദേവന് കൊടുത്തു. പിന്നെ ഒരാളെ പിതൃക്കൾക്ക് കൊടുത്തു. ഇപ്പൊ 13ഉം 2 15 ആയില്ലേ? ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഇളയ കുട്ടി. ആ ഇളയ കുട്ടിയുടെ പേര് സതി എന്നാണ്. ഈ സതി എന്ന് പറഞ്ഞ കുട്ടി ആർക്ക് കൊടുത്തു? ഭവായേകാം ഭവച്ഛിതേ, ഭഗവാൻ ശ്രീ പരമേശ്വരനും കൊടുത്തു. ഇങ്ങനെയുണ്ടായത് 13 3 16. അതായത് ധർമ്മദേവ ഈ ദക്ഷൻ തനിക്കുണ്ടായ 16 വെങ്കടാങ്ങളിൽ 13 പേരെ ധർമ്മദേവന് കൊടുത്തു. ഈ ധർമ്മദേവൻ വിവാഹം കഴിച്ചുല്ലോ 13 പേരെ. ആ ധർമ്മദേവൻ വിവാഹം കഴിച്ച 13 പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു മൂർത്തി എന്ന് പറയും. 13 പേരിൽ ഒരു കുട്ടിയുടെ പേരാണ് മൂർത്തി. ഈ മൂർത്തിച്ച ധർമ്മദേവന്റെ ഭാര്യ നമ്മുടെ ദക്ഷന്റെ മകള്. ഈ മൂർത്തിയില് ഭഗവാൻ നരനാരായണ സ്വരൂപനായിട്ട് ധർമ്മദേവന്റെ പുത്രനായിട്ട് അവതരിച്ചു, പുത്രന്മാരായിട്ട് അവതരിച്ചു എന്ന് പറയും. ഇങ്ങനെ മൂർത്തി സർവഗുണോൽപത്തി നരനാരായണവൂ ഋഷി എന്ന് പറയും. ഋഷി എന്നുള്ളത് ദ്വിവചനാണ്, 2 ഋഷിമാര്. അതായത് നരനാരായണവൂ ഋഷി, നരനാരായണ ഋഷീശ്വരന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചു. ഈ നരനാരായണ ഋഷിമാരുടെ മഹിമ ഭാഗവതത്തിൽ നമുക്ക് ധാരാളം ഒന്നും കാണാൻ നിവൃത്തിയില്ലെങ്കിലും മഹാഭാരതത്തില് ധാരാളം അവരുടെ മഹിമ പറയും. നരനാരായണ മൂർത്തികളുടെ കഥ പറയും. ഹിമാലയത്തില് ബദര്യാശ്രമമാണ് ഇവരുടെ ആസ്ഥാനം. അവിടെ നരപർവ്വതം, നാരായണ പർവ്വതം എന്നൊക്കെ പറഞ്ഞ് ഈ മഹർഷിമാര് തപസ് ചെയ്ത കേന്ദ്രങ്ങള് എപ്പോഴും പോയാൽ കാണാം. മഹാഭാരതത്തിൽ ഇത് വിസ്തരിച്ച് പറയുമ്പം പറയും, ഈ നരനാരായണന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് പറയും, നരനാരായണന്മാരാണ് പിന്നീട് അർജുനനായിട്ടും നരൻ അർജുനനായിട്ടും നാരായണൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടും വന്നു എന്ന് പറയും. അതുകൊണ്ട് മഹാഭാരതത്തിലെ 18 പർവങ്ങളിലും 18ഉം കഴിഞ്ഞ് ഒടുക്കം ഖിലം എന്ന പേരായ ഹരിവംശപുരാണ ഭാഗത്തും ഇതൊക്കെ തുടങ്ങണ ആദ്യത്തെ പദ്യം ഈ നരനാരായണ നമസ്കാരത്തോടെയാ തുടങ്ങുക. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഈ ശ്ലോകം ചൊല്ലിയിട്ടാണ് എല്ലാ പർവ്വങ്ങളും തുടങ്ങുക. അതിന്റെ കാരണം നരനാരായണ സ്വരൂപത്തിന്റെ നരനാരായണാവതാര മൂർത്തികളുടെ പ്രത്യേക മഹിമയാണ് അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാ നരനാരായണ മൂർത്തികളുടെ ഉൽപ്പത്തിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്.